Dear students, welcome to JEE Express's മറ്റൊരു ലൈവ് സെക്ഷനിലേക്ക്. Myself, Samson SS. JEE 2024 ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള വർക്ക് എനർജി, പവർ ആൻഡ് സർക്കുലർ മോഷൻ ചാപ്റ്ററുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ബ്രില്യൻ്റ് എത്തിക്കുക. ഓർക്കുക, കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായും 3 ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങൾക്ക് ഓരോ ഷിഫ്റ്റിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. NIT-കളിലേക്കും IIT-കളിലേക്കും സ്വപ്നം കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബ്രില്യൻറ്റിൻ്റെ ബെസ്റ്റ് വിഷസ്. സോ വി ക്യാൻ ഗോ വിത്ത് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ദ ഫസ്റ്റ് വൺ, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് തിയറി നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ലുക്ക് ഹിയർ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: when a rubber band is stretched by a distance x, it exerts a restoring force of magnitude F is equal to ax plus bx square when a and b are constants. The work done in stretching the unstretched rubber band is by L is. 2014 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ 2023 2 ഫേസ് ക്വസ്റ്റ്യൻസ് എടുത്താലും അതിൽ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഹാവ് ദ ചാൻസ്. സോ ഓരോ സ്റ്റുഡൻസും ഈ ക്വസ്റ്റ്യന് വേണ്ടി നന്നായിട്ട് ശ്രമിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. വർക്ക് ഡൺ. 2 തരത്തിലുള്ള കോൺസെപ്റ്റ്സുകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഫോഴ്സുള്ള വർക്കാണെങ്കിൽ നമ്മളൊരു ബോഡിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ദ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഷുഡ് മൂവ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അവന് ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു എഫ് എസ് കോസ് തീറ്റ. ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട 3 കേസസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എഫ് ഡോട്ട് എസ്, അത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. എഫ് എസ് കോസ് തീറ്റ, തീറ്റ മാറുന്നതിനനുസരിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ തീറ്റ റേഞ്ച് മാറുന്നതിനനുസരിച്ച് ദർ ഈസ് എ ചാൻസ് ഫോർ 3 ടൈപ്പ് ഓഫ് വർക്കുകൾ. അത് ഓർമ്മയിരിക്കട്ടെ. പോസിറ്റീവ് വർക്ക് മീനിങ്. So we can just take this example. So what happening is that, and because of the gravity, that ball is falling down, ആ ബോളിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഗ്രാവിറ്റി ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. സോ ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി ക്യാൻ ബി ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും തമ്മിൽ ഒരു ലെസ് ദാൻ 90 ഡിഗ്രിയുടെ ആംഗിൾ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെ പോസിറ്റീവായിട്ട് പറയാം. എങ്കിൽ ഈ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്കിനെ പറ്റി ഒന്ന് ചിന്തിച്ചേ. അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റി, യെസ്, ഇൻ ദ ഡൗൺവേർഡ് ഡിറക്ഷൻ, പക്ഷേ ആൻഡ് ഹി ഈസ് ടേക്കിംഗ് ദ വയർ ഇൻ ദ അപ്വേർഡ്. സോ അത്തരം കേസസിൽ നെഗറ്റീവ് എന്നൊരു വർക്ക് വന്നു. പക്ഷേ നമ്മൾ എന്തുമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആ ബോഡിക്കൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയും ദർ ഇസ് നോ വർക്ക് ഡൺ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. വർക്ക് ഇപ്പോൾ വളരെ മനോഹരമായി ജയിക്ക് വേണ്ടി പഠിക്കുകയാണ് അല്ലേ. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഫിസിക്സ്, ഈവൻ ദോ യു ആർ ദ വർക്ക് ഈസ് ഹാർഡ് ബട്ട് നോ വർക്ക്, ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് ടു ദ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫിസിക്സ് രൂപത്തിൽ പറയുമ്പോൾ. സോ നിങ്ങളുടെ ഹാർഡ് വർക്കൊക്കെ അതിമനോഹരമായിട്ട് നടക്കട്ടെ. അതിൻ്റെ ഏറ്റവും നല്ല NIT-കളും നമ്മുടെ IIT-കളും നിങ്ങൾക്ക് ലഭ്യമാകട്ടെ. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഒരു പോയിൻ്റ് കൂടെ ശ്രദ്ധ വെക്കണം.
വേരിയബിൾ ആയിട്ടുള്ള ഫോഴ്സ് വരുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുക? രണ്ട് തരത്തിലാണ് വേരിയബിൾ ഫോഴ്സ് വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന് ഗ്രാഫിക്കൽ അനാലിസിസ് ആണ്. ഗ്രാഫിക്കൽ അനാലിസിസ് വരുമ്പോൾ യു ഹാവ് ടു ജസ്റ്റ് ടേക്ക് ദ ഏരിയ, ബട്ട് ദർ ഈസ് ടു കളേഴ്സ് ആർ ദേ, ദ ബ്ലൂ ആൻഡ് റെഡ്. ഇൻ ദ പോസിറ്റീവ് കോൺസെപ്റ്റ് യെസ്, അത് പ്ലസ് ആയിട്ട് കൊടുത്തേ പറ്റൂ. പക്ഷേ റെഡ് യു ഹാവ് ടു ടേക്കൺ ആസ് എ നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് വർക്ക് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കിട്ടുന്നു, അപ്പം ഫോർത്ത് ക്വാഡ്രൻറ്റിലുള്ള അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോഴാണ് ടോട്ടലായിട്ടുള്ള വർക്ക് കിട്ടുക. അപ്പോൾ വേരിയബിൾ ഫോഴ്സ് വരുമ്പോൾ ഈ കോൺസെപ്റ്റാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെൻസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഒരു ഇൻറ്റഗ്രൽ ഫോമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേരിയബിൾ ആയിട്ടുള്ള ഫോഴ്സ് വരുമ്പോൾ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് F.dr. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെക്റ്റാങ്കുലർ കമ്പോണൻസിൻ്റെ രൂപത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ദർ Fxi പ്ലസ് Fyj പ്ലസ് Fzk എന്നുള്ള കോൺസെപ്റ്റിലാണ് ഫോഴ്സ് വരുന്നതെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിനെ അതിൻ്റെ കമ്പോണൻറ്റുകളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ dxi പ്ലസ് dyj പ്ലസ് dzk എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 3 ഇൻ്റഗ്രേഷൻസ് വരും ബേസ്ഡ് ഓൺ ദെയർ ലിമിറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമുക്കറിയാം I.I, J.J, K.K. കമൻറ്റ് ചെയ്യണം കേട്ടോ, ആൻസേഴ്സ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ദറ്റ് ഈസ് വെരി ഗുഡ്. യെസ്, എക്സാക്ട്ലി. കുറച്ച് പേര് ആൻസേഴ്സ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ Fx dx ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് x1 to x2 പ്ലസ് between the limit y1 to y2, that Fy dy plus between the limit z1 to z2 Fz dz. ഈ ഒരു ഫോർമാറ്റ് മറന്നു പോകരുത്. അതോടൊപ്പം നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് നമ്മുടെ വർക്ക് എനർജി തിയറമാണ്. ബേസിക്കായിട്ട് മനസ്സിൽ ഓർക്കുക, എന്താണ് വർക്ക് എനർജി തിയറം? അവിടെ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണെന്നുള്ള വളരെ ബേസിക്കായിട്ടുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ വർക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഗോ വിത്ത് അവർ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധയോടെ. അപ്പോൾ ഇവിടെ പറയുന്നത് വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് F = AX + BX² എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യെസ്, ലുക്ക് ഹിയർ. നമ്മൾ പറഞ്ഞു വേരിയബിൾ ആയിട്ടുള്ള കേസാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ F.dx എന്നാണ് അല്ലേ? യെസ്, അവിടെ നമുക്ക് മനോഹരമായിട്ട് എഫിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലേ? യെസ്, ദാറ്റ് വാല്യൂ ഈസ് AX plus, that is BX², that much into dx between the limits 0 to L. അപ്പോൾ നമുക്ക് മനോഹരമായിട്ട് 2 ടേമാണ് ഉള്ളത്. ആ 2 ടേമായിട്ട് തന്നെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ AX dx between the limits 0 to L plus integral 0 to L BX² dx. സിമ്പിൾ ഇൻ്റഗ്രേഷൻ. മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഓക്കെയാണ്? യെസ്, പെട്ടെന്ന്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണല്ലേ? ഇൻറ്റഗ്രൽ നമുക്കറിയാം, ഇൻറ്റഗ്രൽ x⁻n dx എന്ന് പറയുന്നത് സിമ്പിളായിട്ട് x⁻n+1 by n+1. സോ ഹിയർ integral x⁻1. So we can write to be as x² by 2 between the limits 0 to L. And here b is a constant, x². So we can write to be as x⁻3 by 3 between the limits 0 to L. Yes, that is equal to, so a by 2 into, നമുക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് മിനിമം ലിമിറ്റ് 0 ആണ്, ലോവർ ലിമിറ്റ്. സോ പ്ലസ് യെസ് b by 3 into that L³. സോ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. എക്സാക്ട്ലി, വെരി ഗുഡ്. കുറച്ചധികം പേര് കൊള്ളാം. യു ആർ ഓൺ ദ ട്രാക്ക്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. യെസ്, കണ്ടിന്യൂ ചെയ്യൂ. സോ വി ഗെറ്റ് ദ തേർഡ് ഓപ്ഷൻ ആസ് ദി ആൻസർ, AL² by 2
പ്ലസ് ബി ബൈ 3 ഇൻറ്റു എൽ ക്യൂബ്. ഏറ്റവും സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിക്കും. നെക്സ്റ്റ് വൺ, എ ഗുഡ് ക്വസ്റ്റ്യൻ, 2070 ക്വസ്റ്റ്യൻ. ലുക്ക്, എ ടൈം ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ് F that is equal to 6t acts on a particle of mass 1 kilogram. If the particle starts from rest, the work done by the force during the first 1 second, ആദ്യത്തെ 1 സെക്കൻഡിൽ അത് ചെയ്യുന്ന വർക്ക് എന്താണ്? അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് പല കാര്യങ്ങൾ ചിന്തിക്കണം. ഇവിടെ 1 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന വർക്ക് എന്തെന്നാണ് ചോദ്യം. അപ്പോൾ അതിലേക്ക് നമുക്ക് എങ്ങനെ കാൽക്കുലേഷനിലേക്ക് വരാൻ പറ്റും? പക്ഷേ ഇവിടെ നമുക്ക് വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? പക്ഷേ ഫോഴ്സ് ടൈമിന് ഡിപ്പെൻഡബിൾ ആണ്. സൂക്ഷിച്ചേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നോക്കാം. ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 60 ആണ് എന്നറിയാം. എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ, 6 ഇൻറ്റു ടി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, എപ്പോഴും നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് വെലോസിറ്റിയിലേക്ക് പോകാൻ, വെലോസിറ്റിയിൽ നിന്ന് ആക്സിലറേഷനിലേക്ക് പോകാൻ ഡിഫറൻസിയേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറക്കണ്ട, നേരെ റിവേഴ്സായിട്ട് ആക്സിലറേഷനിൽ നിന്ന് വെലോസിറ്റിയിലേക്കും വെലോസിറ്റിയിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റിലൊക്കെ പോകാൻ വഴികളുണ്ട്. എന്താണാവോ? ഇൻ്റഗ്രേഷൻ, റിവേഴ്സ് പ്രോസസ്സ്. അത് മറന്നു കളയണ്ട. അപ്പോൾ ഇവിടെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് 60 എന്നാണ് നമുക്ക് കിട്ടിയത്. സിമ്പിളായി കഴിഞ്ഞു. വെലോസിറ്റി കോൺസെപ്റ്റ് നമുക്ക് കിട്ടി. വെലോസിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് വർക്കിലേക്ക് വരാം? യെസ്, വർക്ക് എനർജി തിയറം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ്. അവിടെ നമുക്കറിയാം ദറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ഇവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം റെസ്റ്റ് എന്നാണ് പറയുന്നത്. സോ കൈനറ്റിക് എനർജി ഫൈനൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. കാരണം കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. സോ 1 ഇൻറ്റു ഡി വി എന്ന് പറയുന്നത് 6t ഇൻറ്റു ഡി ടി ആയിട്ട് കിട്ടി. സോ വെലോസിറ്റിയിലേക്ക് വരാം. ഫൈനൽ വെലോസിറ്റി എന്തെന്ന് കണ്ടുപിടിക്കാം. സോ വി ക്യാൻ ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ദാറ്റ് വൺ. സിമ്പിളായി. സോ ഇൻറ്റഗ്രൽ നമുക്ക് between the limits initial to final. So that is equal to 6 into t square by 2. Between the limit to say 0 to t. Yes. Initial value velocity 0 അല്ലേ? So Vf എന്ന് പറയുന്നത് 6 into t square time 1 second അല്ലേ? So you get the value 3 meter per second. Final velocity കിട്ടി. അങ്ങനെയാണെങ്കിൽ what is the work done? Simplify. That is the kinetic energy. That is equal to half into our m into that velocity final square. So that is equal to half into. Yes, exactly. Come on, quick. Yes, 1 into. What is the velocity final? So that is a 3 square. So 9 by 2. So that is equal to, yes, 4.5 joule. So that is answer. That is the first option as the answer. യെസ്, കുറച്ചധികം പേര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ, ഇതെല്ലാം വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, നിങ്ങളുടെ മുന്നിലേക്ക് ബ്രില്യൻ്റ് നൽകുന്നത്. അത് കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ JEE എക്സ്പ്രസ് എന്ന് പറയുന്നത് 1-2 ക്ലാസ്സുകളിലല്ല, ഈ കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും മികച്ച സപ്പോർട്ടാണ് ബ്രില്യൻ്റ് സാധാരണ സ്റ്റുഡൻസിന് നൽകുന്നത്. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ ഒരു മിനിമം NIT നിങ്ങളുടെ കളിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് ആ വീഡിയോസും ക്ലാസ്സും കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ദ ബേസ്ഡ് ഓൺ നമ്മുടെ ലോസ് ഓഫ് മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു കോൺസെപ്റ്റാണ് 2019 JEE Main question. A block of mass m is kept on a platform which starts from rest with a constant acceleration g by t upward as shown in the figure. What is the work done by normal reaction on block in time t is normal reaction on block.
നമുക്ക് വ്യക്തതയോടെ നമ്മുടെ ലിഫ്റ്റ് പ്രോബ്ലത്തിലേക്ക് ഒന്ന് ചിന്തിച്ചേ. എന്താണ് നമ്മൾ ലിഫ്റ്റ് പ്രോബ്ലത്തിൽ ശ്രദ്ധിച്ചത്? അവിടെ റിയാക്ഷൻ ഓൺ ദ ബോഡി വ്യത്യാസപ്പെടുന്നു എന്ന് നിങ്ങൾ കണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെ കേസാണ് അവിടെ ഡീൽ ചെയ്തേ? The contact force between the platform and the block will increase when it is moving upward with an acceleration a. Yes. So അങ്ങനെ വരുമ്പോൾ അവിടെ എഫക്റ്റീവായിട്ട് നമുക്ക് അത് G+A ആയിട്ട് മാറുന്നു എന്ന് നമുക്കറിയാം അല്ലേ? യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് M×G+A ആയിട്ടല്ലേ മാറുന്നേ? അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിൻ്റെ വാല്യൂ ഇവിടെ എന്തായി മാറും? M×G+A. A എന്താണാവോ? ഇറ്റ് ഈസ് G/2. So you get the value is equal to, come on, as M yes, 2 + 1 as a 3/2G. So 3/2 mg ആണ് അവിടുത്തെ നോർമൽ റിയാക്ഷൻ. But we need to find what is the work done by the normal reaction. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് നൽകുന്ന വർക്ക് എന്താണ്? നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ആ നോർമൽ റിയാക്ഷൻ, ആ ഫോഴ്സ് കാരണം നമ്മളുടെ ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലല്ലേ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ടി സമയം കൊണ്ട് അവനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ആക്സിലറേറ്റഡ് മോഷൻ അല്ലേ? യെസ്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അല്ലേ? നമ്മുടെ കൈനമാറ്റിക് റിലേഷൻ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നേ. അത് S is equal to ut plus ½ t² അല്ലേ? ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ലേ? സോ സിമ്പിളായി ആ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. N എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് 3/2 mg അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് S? സിമ്പിളായിട്ട് X നമുക്ക് കിട്ടി ½ അവൻ്റെ ആക്സിലറേഷൻ എടുക്കാൻ മറക്കരുത്. G/2 ആണ്, t² ആണ്. That is important. So you get the value as is equal to, come on, 3/S 8 into mg² S t², and we get the first option as the answer. യെസ്, കുറച്ചധികം പേര് വളരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. യെസ്, എക്സാക്ട്ലി, ഫസ്റ്റ് ഓപ്ഷൻ. ദാറ്റ് ഈസ് ഗുഡ്, വെരി ഗുഡ്. വളരെ ക്ലാരിറ്റിയോടെ അതിന് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ, നമ്പർ 4, എ ഗുഡ് ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് m dropped from a height h reaches the ground with a speed of 0.8 root gh. The value of work done by the air friction. പല മെത്തേഡുകൾ വഴി നമുക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താം. നമുക്ക് മറ്റൊരു മെത്തേഡിലേക്ക് പോകാം. ഏറ്റവും ഗുഡായ, നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. ദ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ? ഗുഡ്. അങ്ങനെയാണെങ്കിൽ എച്ച് ഹൈറ്റിൻ്റെ മുകളിൽ ആയിട്ട് ഒരു ഓബ്ജക്റ്റ്, ഇപ്പോൾ സേ ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ എങ്കിൽ, ഈ പറയുന്ന ഒരു ഓബ്ജക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തു എന്നിരിക്കട്ടെ. യെസ്, എച്ച് ഹൈറ്റ്. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ടോട്ടലായിട്ട്? ഒന്ന് ആലോചിച്ചേ. ഗ്രാവിറ്റി താഴോട്ട് വലിക്കുന്നുണ്ടല്ലേ? യെസ്, ഒരു ഫോഴ്സിൻ്റെ പ്രസൻസായി. 2, നമ്മുടെ ചോദ്യം ഫ്രിക്ഷൻ. അറിയൊക്കെ? യെസ്. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി പ്ലസ് വർക്ക് ഡൺ ബൈ ദറ്റ് വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എയർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? റീച്ചസ് ദ ഗ്രൗണ്ട് വിത്ത് എ സ്പീഡ് 0.8 റൂട്ട് gh. അവൻ്റെ ഫൈനലായിട്ടുള്ള കൈനറ്റിക് എനർജി ½ m അവൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിരിക്കുന്നത് 0.8 റൂട്ട് gh, 0.8 റൂട്ട് gh² എന്നാണ്. മൈനസ് ഇനിഷ്യൽ ഡ്രോപ്ഡ് അല്ലേ? 0 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ½ m
യെസ് 0.64 GH എന്നാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കോൺസെപ്റ്റ്. എന്താണ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി? എച്ച് ഹൈറ്റിലെന്നല്ലേ? അതിൽ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? അപ്പോൾ അത് ചെയ്ത വർക്ക് എന്താണാവോ? എക്സാക്ട്ലി MgH. സോ MgH പ്ലസ് വർക്ക് ഡൺ ബൈ ദ എയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? സോ വാട്ട് ഈസ് ദാറ്റ് വാല്യൂ? സോ ദ വർക്ക് ഡൺ ബൈ ദാറ്റ് എയർ ഇസ് ഈക്വൽ ടു, കമോൺ, യെസ് 2 കൊണ്ട് 1 ഡിവൈഡ് ചെയ്താൽ 0.32 അല്ലേ? സോ 0.32 MgH മൈനസ് MgH. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ, പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ എവരിബഡി. യെസ്, സോ യു ഗെറ്റ് ദ വാല്യൂ 0.32 minus 1. So minus 0.68 MgH. So that is a good answer. സോ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എയർ ചെയ്ത വർക്ക് എന്തുകൊണ്ടാണ് മൈനസ് ആയേ? യെസ്, ദ മോഷൻ ഈസ് അലോങ് ദ ഡിറക്ഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പക്ഷേ ദ എയർ വിൽ oppose the motion. That is the concept. So we get the fourth option as the answer. It's a good question. So ഒത്തിരി സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്. Good. Yes, exactly. We can move to the next one. Look, a good question is waiting. വർഷങ്ങളായിട്ട് സ്ഥിരതയോടെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നമുക്ക് ചെയ്യാം. കൊള്ളാം. A uniform cable of mass m and length L is placed on a horizontal surface such that its 1 by n part is hanging below the edge of the surface. To lift the hanging part of the cable up to the surface, what is the work done should be? നല്ല ക്വസ്റ്റ്യനാണ്, സ്ഥിരം ചോദ്യമാണ്. അതിനെ ആ തരത്തിൽ തന്നെ സീരിയസോടെ എടുക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. യെസ്, അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം, ഒരു ടേബിൾ ഈസ് ദേ. അപ്പോൾ ആ ടേബിളിൽ ഒരു ചെയിൻ കിടക്കുകയാണ്. സോ ലുക്ക് കെയർഫുള്ളി. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഹാങ് ചെയ്യപ്പെടുകയാണ് ഒരു ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ടോട്ടലായിട്ട് നമുക്ക് m മാസ് ഉണ്ട് എന്ന് ചിന്തിക്കാം. ചെയിൻ ആസ് എ ഹോൾ L ലെങ്താണ് m. അതിൽ ഈ പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് L/n പാർട്ടാണ്. ഈ L/n പാർട്ടിനെ നമ്മൾ ഈ ടേബിളിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ ഹൗ മച്ച് വർക്ക്? അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഓരോ പാർട്ടും, അപ്പോൾ ഈ പാർട്ട് എത്ര ഹൈറ്റിലാണോ നിൽക്കുന്നത് അതേ ഹൈറ്റിലല്ല രണ്ടാമത്തെ പാർട്ട് അല്ലേ? അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഓരോന്നിനെയും നമ്മൾ മുകളിലോട്ടിടാൻ എടുക്കുന്ന വർക്ക് ഡിഫറൻ്റാണ്. സോ ഇൻ്റഗ്രേഷനാണ് അതിൻ്റെ നല്ല മെത്തേഡ്. പക്ഷേ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ മറ്റൊരു മെത്തേഡ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് കോൺസെപ്റ്റിലേക്ക് ഒന്ന് എടുത്തേ. നമ്മൾ ഈ ചെയിനിനെ അങ്ങ് മാസ്ലെസ് ആയി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഹോൾ മാസ് എവിടെയായിരിക്കും നിൽക്കുക? എക്സാക്ട്ലി ഇവൻ്റെ ഈ ഹാങ് ചെയ്യുന്ന പാർട്ടിൻ്റെ മാസ് എവിടെയാണ്? അതിൻ്റെ മിഡിലായിരിക്കും. അപ്പോൾ ഈ ഹൈറ്റ് എത്രയായിരിക്കും? അവൻ്റെ യഥാർത്ഥത്തിലുള്ള ഹൈറ്റ് ബൈ 2 ആയിരിക്കും അല്ലേ? L/2n ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവനെ മുകളിലോട്ടെടുക്കാൻ എത്ര വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും? MgH. മാസ് എത്ര? സ്മോൾ m ആണ്, G ആണ്. അവൻ്റെ ഹൈറ്റ് എത്ര? L/2n ആണ്. ആൻസറായി കഴിഞ്ഞു. പക്ഷേ എന്താണ് സ്മോൾ m? അത് ഹാങ് ചെയ്യുന്ന പാർട്ടിൻ്റെ മാസല്ലേ? അതെന്തുമാത്രമുണ്ട്? ഒരു ചെയിനല്ലേ? അതിൻ്റെ ലീനിയർ ഡെൻസിറ്റിക്കല്ലേ ബാധകം? ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ആകണ്ടേ? മാസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ? അപ്പോൾ L ലെങ്തിന് m ആണ് മാസെങ്കിൽ L/L ലെങ്തിന് എത്രയായിരിക്കും മാസ്? ക്യാപിറ്റൽ M/n അല്ലേ? സോ സിമ്പിളായിട്ട് നമ്മൾ സ്മോൾ എമ്മിന് പകരം ക്യാപിറ്റൽ n ആക്കി. G ഇൻറ്റു L/2n. So that is equal to mgL division by 2n square. So we get the third option as the answer. It's a good question. അപ്പോൾ നല്ലൊരു കോൺസെപ്റ്റാണ്, അത് ഓർക്കുക. ഇത്തരം ക്വസ്റ്റ്യനുകൾ സ്ഥിരം പരീക്ഷയ്ക്ക് വരാറുണ്ട്.
ഓർക്കുക. മറ്റൊരു നല്ല ക്വസ്റ്റ്യൻ, ഒരു ഗ്രാഫിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. സി, എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ വൺ ഡയമെൻഷൻ ഫ്രം റെസ്റ്റ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഫോഴ്സ് ദാറ്റ് വേരീസ് with the distance traveled by the particle as shown in the figure. The kinetic energy of the particle after it has traveled 3 meters is. Look, the graph. So we need to find what is the kinetic energy. But in our graph there is a force versus distance. And if we just find the product of force into distance, we get the work done. Good? Then what is the concept? The work energy principle. So we can say that work done is nothing but the change in kinetic energy. So we can easily say the point. അപ്പം സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ എടുക്കുമ്പോൾ നമ്മുടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അവിടുത്തെ വർക്ക് ഡൺ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ വർക്ക് ഡൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സിമ്പിളായിട്ട് യു ഹാവ് ടു ടേക്ക് ദ ഏരിയ. അപ്പോൾ അവിടുത്തെ ആ കർവ് എന്തുമാത്രം ഏരിയ ആണോ ഉണ്ടാക്കുന്നത്, സോ ദാറ്റ് ഏരിയ ഇസ് ദിസ് വൺ സിംപ്ലി. അത് നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് എത്ര ഏരിയ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആദ്യം ഉണ്ട്. ആ റെക്റ്റാങ്കിളുടെ ഏരിയ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് ദിസ് പാർട്ട് ഒരു ട്രപ്പീസിയം, രണ്ടുപേരുടെയും ഏരിയ കണ്ടുപിടിച്ചാൽ ആൻസറായി. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ യെസ് എക്സാക്ട്ലി അവിടെ 2 × 2 ആണ് അല്ലേ? യെസ് പ്ലസ്. ഇനി വേണ്ടത് ഒരു ട്രപ്പീസിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതൊന്ന് ഓർത്തിരിക്കുക. 1/2 × the sum of opposite side into the height. That is equal to 1/2 × the sum of the opposite. അപ്പോൾ ഇവിടുത്തെ ട്രപ്പീസിയം ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് പാരലൽ സൈഡിൻ്റെ സം ഓഫ് ഹൈറ്റ് ഓഫ് ഓപ്പോസിറ്റ്സ് നമ്മുടെ പാരലൽ സൈഡ്. അപ്പോൾ ഇവിടുത്തത് 2 ആണ്, ഇവിടുത്തത് 3 ആണ്. സോ 2 + 3 ഇൻറ്റു അവർ തമ്മിലുള്ള സെപ്പറേഷൻ, ഇതാണ് ഹൈറ്റായിട്ട് എടുക്കുക. അപ്പോൾ 3 - 2 യെസ് 1 ആകാം. സോ 1/2 × that 5 ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + 5/2 2.5. That is equal to 6.5 joule. Yes, exactly. Very good. കൊള്ളാം. Yes, you are trying. Yes, so we get the fourth option as the answer. ക്വസ്റ്റ്യനോടൊപ്പം തന്നെ സ്പീഡിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പാക്ഡ് ആയിട്ട് കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ കയ്യിലേക്ക് വരും. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ നോക്കാം. 2021 JEE Main സെക്ഷനാണ്. 2 solids A and B of mass 1 kilogram and 2 kilogram respectively are moving with equal linear momentum. Then the ratio of their kinetic energies. The KE A is to B will be A/1. Then so the value of A will be. So simple. അവിടെ ഒരു ശ്രദ്ധ വേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എ ബോഡി ഹാവ് ഈക്വൽ ലീനിയർ മൊമെൻറ്റം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. നമുക്കറിയാം ഈ കൈനറ്റിക് എനർജി എന്നൊരു വേർഡ് കാണിക്കുമ്പോഴേ ഓർത്തോണേ, അവനൊരു പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റി നെവർ ബിക്കം നെഗറ്റീവ്. അത് ഓർത്തു വെക്കേണ്ട ഒരു പോയിൻ്റാണ്. പിന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് 1/2 mv² ആണെങ്കിലും ഇവിടെ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക. ഹൗ വി ക്യാൻ റിലേറ്റ് ഇറ്റ്? സോ വി നോ ദ കോൺസെപ്റ്റ് ആസ് ദ മൊമെൻറ്റം ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു m × v. So you can just find the value by just multiplying 1m in the numerator and the denominator. So we can write it to be the kinetic energy is equal to that p² division by 2m. യെസ്, ഇവിടെ മൊമെൻറ്റം സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 1/π മാസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ദ കൈനറ്റിക് എനർജി ഓഫ് എ ബൈ ദ കൈനറ്റിക് എനർജി ഓഫ് ബി എന്ന് പറയുന്നത് ദ മാസ് ഓഫ് ബി ഡിവിഷൻ ബൈ മാസ് ഓഫ് എ അല്ലേ?
So you get the value, yes, 2 by 1. So the value of A എന്ന് പറയുന്നത് yes 2 ആണ്. 2021 ഒരു ന്യൂമറിക്കൽ ടൈപ്പ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാക്ട്ലി യെസ്, യു ആർ ട്രൈങ്. കൊള്ളാം. എഗ്രീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലുക്ക്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. A bullet of mass 200 gram having initial kinetic energy 90 joule is shot inside a long swimming pool as shown in the figure. Its kinetic energy reduces to 40 joule within 1 second. The minimum length of the pool the bullet has to travel so that it completely comes to rest. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ്റെ യെസ് ഒരു V1 വെലോസിറ്റി ഉണ്ട് എന്നിരിക്കട്ടെ. ഈ ഒരു പൊസിഷനിലേക്ക് അവനെത്തി. അത് V2 വെലോസിറ്റിയാണ്. അപ്പോൾ അവൻ്റെ കൈനറ്റിക് എനർജി നമുക്ക് തന്നിരിക്കുകയാണ്. ഇവിടെ 90 ജൂളുണ്ട്, ഇത് 40 ജൂളുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് അവൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആകുക? യുനോ ദ ലിക്വിഡ് വിൽ ഓഫർ എ റെസിസ്റ്റീവ് ഫോഴ്സ്, സോ സ്പീഡ് ഈസ് ഗോസ് ഓൺ ഡിക്രീസിങ്. സിമ്പിളായിട്ട് നമുക്ക് വർക്ക് എനർജി തിയറിയിലേക്ക് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേസിൽ അപ്പോൾ നമ്മുടെ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ. സോ സിമ്പിളായിട്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടുത്തെ വർക്ക്, ദ ഫോഴ്സ് ഇൻ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാര്യം. അപ്പോൾ അവിടെ നമുക്കറിയാം കൈനറ്റിക് എനർജി ഫൈനൽ എന്ന് പറയുന്നത് 40 ജൂളാണ്, മൈനസ് ദാറ്റ് ഈസ് 90. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻ ടു എസ് ആണ്. ആ എഫ് എന്ന് പറയുന്നത് ആദ്യത്തെയും ഇനി രണ്ടാമത് കൺസിഡർ ചെയ്യുന്നതിനൊക്കെ സെയിം ആണ്, കാരണം ഒരേ ലിക്വിഡാണല്ലോ. സോ നമുക്ക് കിട്ടി -50 ജൂൾ എന്ന് പറയുന്നത് എഫ് ഇൻ ടു എസ് ആണ്. സോ വി നീഡ് ടു ഫൈൻഡ് എസ്. ആദ്യത്തെ കേസിൽ എന്തുമാത്രം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടന്നത്? സിമ്പിളാവാൻ കേട്ടോ, പല മെത്തേഡുകൾ നിങ്ങൾക്ക് എടുക്കാം. ഞാനൊരു ഇൻട്രസ്റ്റിങ്ങോടെ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഇവൻ്റെ ഇനിഷ്യലായിട്ടുള്ള കൈനറ്റിക് എനർജി നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 90 ജൂളാണല്ലേ. അവൻ്റെ വെലോസിറ്റി കണ്ടുപിടിച്ചാലോ? സിമ്പിളായിട്ട്. അപ്പോൾ നമുക്കറിയാം ½ mv² എന്ന് പറയുന്നത് എനർജി ആയിട്ടാണ് എടുത്താൽ, സോ v² എന്ന് പറയുന്നത് 2e ആയിട്ട് എടുക്കാം ബൈ m ആണ്. സോ ദറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് √2e/m ആണല്ലേ. ആ m ഓർത്തോണേ, അവന് 200 ഗ്രാം എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ അവൻ്റെ V1 എത്ര നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു ദറ്റ് എനർജി 90 അല്ലേ, ദ ഡിവിഷൻ ബൈ മാസ് 0.2 അല്ലേ, സോ √900 അല്ലേ. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് 30 m/s. മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ സിമിലർലി V2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? അപ്പോൾ √2 ഇൻറ്റു 40 അല്ലേ, ദ ഡിവിഷൻ ബൈ 0.2 അല്ലേ, അപ്പോൾ √400 അല്ലേ, 20 m/s. ആ എസ് കണ്ടുപിടിക്കാൻ ഒരു പുതിയ കൈനമാറ്റിക് ഇക്വേഷൻ, പഴയതാണേ, ഓർത്ത് വെക്കുക. ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ബൈ 2 ഇൻറ്റു ടൈം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. വിത്തിൻ 1 സെക്കൻഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു യു. അത് V1 + V2 ആയിട്ട് എടുക്കുക. യെസ്, V1 + V2. സോ 30 + 20, ദ ഡിവിഷൻ ബൈ 2 ഇൻറ്റു 1. സോ 50/2 ആസ് 25 m. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഒരു നല്ലൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് 25 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് വളരെ ഈസി ആയില്ലേ, നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് വരാമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ -50 എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 25 അല്ലേ. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് -50/25 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടിയില്ലേ. റെസിസ്റ്റീവ് ഫോഴ്സാണ്.
അതുകൊണ്ടാണ് മൈനസായി, നോ ഡൗട്ട് അറ്റ് ഓൾ. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വേണ്ടത് ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ആകുമ്പോൾ റെസ്റ്റിലേക്ക് വരുമെന്നല്ലേ? എളുപ്പമായില്ലേ? നമ്മുടെ രണ്ടാമത്തെ പാർട്ടിൽ വർക്ക് എനർജിയുടെ കൊടുത്തേ. ഫൈനൽ 0 അല്ലേ? യെസ്, മൈനസ് ഇപ്പോഴത്തെ കൈനറ്റിക് എനർജി എത്രയാണ്? 40 അല്ലേ? സോ ഇറ്റ് ഷുഡ് ബി അവിടുത്തെ ഫോഴ്സ് ഇൻറ്റു രണ്ടാമത്തെ പാർട്ടിലെ ഡിസ്പ്ലേസ്മെൻറ്റ്. ആ S2 എന്ന് പറയുന്നത് യെസ് -40/F. എഫ് എന്ന് പറയുന്നത് -2 അല്ലേ? അപ്പോൾ 20 മീറ്റർ എന്നല്ലേ നമുക്ക് കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ S1ഉം S2ഉം കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് കിട്ടി. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ്. That means 25 plus 20. So we get the answer as 45 meter. That is the first choice. It's a good question. Yes. അപ്പോൾ ഇത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ആവർത്തിക്കാറുണ്ട്. ചില പ്ലാങ്കുകളുടെ ഇത്ര തിക്നെസ്സിലൂടെ കയറി അതിൻ്റെ വെലോസിറ്റി ഇത്ര റെഡ്യൂസ്ഡ് ആകുന്നുണ്ടെങ്കിൽ സ്വാഭാവികപരമായിട്ടും എത്ര പ്ലാങ്കുകളിലേക്ക് കയറാം. അവിടെയെല്ലാം നമ്മുടെ ഈ വർക്ക് എനർജി തിയറം വളരെ ഈസിയോടെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. യെസ്, നല്ലൊരു കോൺസെപ്റ്റാണ്. യെസ്, എക്സാക്ട്ലി എഗ്രി. ദെൻ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ, നിങ്ങൾ ആൻസർ മാത്രം ഷെയർ ചെയ്യുക കേട്ടോ. തെറ്റുന്നത് നോ പ്രോബ്ലം. ഓക്കെ, നമ്മൾ ട്രൈ ചെയ്ത് പഠിക്കുന്നതല്ലേ. യെസ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ ആൻസേഴ്സ് വരട്ടെ. കാരണം നമ്മൾ മോണിറ്ററുടെ മുന്നിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് പ്രാക്ടീസ് വഴിയാണ് കിട്ടുക. നമ്മുടെ സ്റ്റെപ്പ് വഴി നമുക്ക് കിട്ടിയ ഒരു ആൻസർ, നമ്മുടെ കൃത്യമായി ലോജിക്കലി ചിന്തിച്ചെടുത്ത ഒരു ആൻസർ നമുക്ക് അത് ഉറപ്പിക്കാനുള്ള ഒരു വഴിയാണ് നമ്മുടെ പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്വസ്റ്റ്യനുകളുടെ ആൻസേഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓപ്ഷൻ വരട്ടെ നന്നായിട്ട്. സോ 9th ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. If the kinetic energy of a moving body becomes 4 times its initial kinetic energy, then the percentage change in its momentum will be. കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള കണക്ഷനാണ്. സാധാരണ ചില കുട്ടികൾക്ക് ഒരു അല്പം എറർ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. സാധാരണ നമ്മൾ സിമ്പിളായിട്ട് കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ നമ്മൾ തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യനിൽ കണ്ട മാതിരി തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് p²/2m ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, എറർ റിലേഷനിലേക്ക് നമ്മൾ ഉപയോഗിക്കരുത്. ഒരു 10% താഴെയുള്ള ചേഞ്ചസ് ആണെങ്കിൽ മാത്രമേ എറർ റിലേഷൻ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മുടെ ചോയ്സസ് വന്നപ്പോഴേ തന്നെ നമുക്ക് റെഡിയാണ്. അത് >100 ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ആ കോൺസെപ്റ്റിലേക്ക് പോകരുത്. അത് സാധാരണ ഓർക്കുക, നമ്മുടെ സ്ക്രൂ ഗേജ് വെർണിയറൊക്കെ വേണ്ടി അവരുടെ എറർ എന്നൊക്കെ പറയുന്നത് <5% ഒക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ അതിന് നമ്മൾ ഹയർ പെർസെൻറ്റേജ് വാല്യൂവിലേക്ക് ഉപയോഗിക്കുവാൻ ശ്രമിക്കരുത്. ഓക്കെ, ഗുഡ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ പറയാണ്, ദ കൈനറ്റിക് എനർജി ഓഫ് എ മൂവിങ് ബോഡി ബിക്കംസ് 4 times. അപ്പോൾ ഈ ആണ് നമ്മുടെ എനർജിയാണെന്ന് പറഞ്ഞാൽ E2 എന്ന് പറയുന്നത് 4 times ഓഫ് E1 ആണെങ്കിൽ ദെൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. അപ്പം അങ്ങനെ എറർ ഇക്വേഷൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? യെസ്, സിംപ്ലി വി ക്യാൻ സേ ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ദറ്റ് ഇനിഷ്യൽ മൊമെൻറ്റം ഇൻറ്റു 100%. ഇതാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ദാറ്റ് ഈസ് P2 മൈനസ് P1 ബൈ ദറ്റ് P ദറ്റ് മച്ച് ഇൻറ്റു 100%. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ അതിലേക്ക് എങ്ങനെ വരും? P2 നമുക്ക് ഈ ഒരു സിമ്പിളായ റിലേഷൻ എടുത്താലേ P² എന്ന് പറയുന്നത് നമുക്ക് 2m ഇൻറ്റു എനർജി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൊമെൻറ്റം എന്ന് പറയുന്നത് യെസ് ഇസ് ഈക്വൽ ടു √2m ഇൻറ്റു E ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കേസസുകളിലായിട്ട് P2 എന്ന് പറയുന്നത്
Yes, root 2m E2 minus root 2m E1, that much division by root of that 2m, that initial value, so that is E1, that much into 100%. ആൻസറിലേക്ക് പെട്ടെന്ന് അടുത്തു, വളരെ സിമ്പിളായി. കമൻറ്റ് ചെയ്തോളൂ ആൻസേഴ്സ്. യെസ്, yes, exactly, very good. So that is equal to, yes, root 2m നമുക്കൊന്ന് കട്ട് ചെയ്താൽ root E2 minus root E1 by root E1 into 100%. That is equal to, so root E2. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ എനർജി എന്ന് പറയുന്നത് 4 times E1 ആണല്ലേ. So root 4 E1, that minus root E1, that division by root E1, that much into 100%. നമുക്ക് ആ റൂട്ട് E1 അങ്ങ് കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ റൂട്ട് 4 minus 1, 2 minus 1 by 1 into 100%. So you get the answer. Yes, exactly. That is good. 100% is the answer. സോ നിങ്ങൾക്ക് എല്ലാവർക്കും 100% കിട്ടട്ടെ. നന്നായിട്ട് വർക്ക് ചെയ്യുക. 100% കിട്ടാൻ വളരെ ഈസിയാണ്. ഇനിയുള്ള സമയം വളരെ ആരോഗ്യപരമായ രൂപത്തിൽ പരീക്ഷകൾ എഴുതി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ, പെട്ടെന്ന് ആൻസർ വേണേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ, ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണേ. ഗുഡ്. പെട്ടെന്ന്. An object is thrown vertically upwards. At its maximum height, which of the following quantity becomes a zero? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മാക്സിമം ഹൈറ്റ്, സിമ്പിൾ, ഒരല്പം ഡൈവേർട്ട് ചെയ്ത ക്വസ്റ്റ്യനാണ്. യെസ്, അപ്പോൾ നമ്മുടെ ഹയസ്റ്റ് പോയിൻ്റ് വരുമ്പോൾ നമുക്കറിയാം ആ പൊസിഷൻ വരുമ്പോൾ മൊമെൻ്റർലി അറ്റ് റെസ്റ്റ് ആണ് അല്ലേ. നോക്കിയേ, ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടോ? എക്സാക്ട്ലി നമുക്കറിയാം, ഗ്രാവിറ്റി ഉണ്ടല്ലേ, വെയിറ്റ് നമുക്ക് പറയാം. റെസ്റ്റ് ആണെങ്കിൽ പോലും. ആക്സിലറേഷൻ, യെസ്, ജി ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. പൊട്ടൻഷ്യൽ എനർജി, ഹൈറ്റ് എച്ച് അല്ലേ, ഉറപ്പായിട്ടും, ബിക്കോസ് ഓഫ് ദ കോൺഫിഗറേഷൻ. സോ ദ മൊമെൻ്റർലി അറ്റ് റെസ്റ്റ്, സോ ദ മൊമെൻറ്റം, that is a zero there, highest point. വളരെ നല്ല ഒരു കോൺസെപ്റ്റാണ്, സിമ്പിളാണ്, ഓർത്തിരിക്കുക. കൊള്ളാം. Then we can move to the next one. A good question. ശ്രദ്ധിച്ച് ചെയ്യണേ. പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സുകളാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വരുന്ന സമയത്ത് മനസ്സിൽ ഓർത്ത് വെക്കേണ്ട 1-2 ചെറിയ കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ കോൺസെപ്റ്റ്സുകൾ വരുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ കേസ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ കേസ്, ഇതൊക്കെയാണ് ഡയറക്റ്റ്ലി നമ്മുടെ മുന്നിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ½ mgh. അപ്പോൾ ആ mgh എടുക്കുമ്പോൾ മാത്രം ഒരു ചെറിയ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. കാരണം mgh എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം, യഥാർത്ഥത്തിൽ ആ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് mgh/1 + h/r ആണ്. നമ്മൾ എച്ച് വെരി മച്ച് ലെസ് ദാൻ എന്നൊരു കോൺസെപ്റ്റ് വരുമ്പോഴാണ് കേട്ടോ mgh ഉപയോഗിക്കുന്നത്. അത് ഗ്രാവിറ്റേഷനുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ പറയാറുള്ളത്. അതോടൊപ്പം -g m1 m2/r എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ദ ചാർജസ്, ദാറ്റ് ഈസ് k q1 q2/r, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ്, ഇക്വേഷൻസാണ്. അത് മസ്റ്റായിട്ട് നന്നായിട്ട് നോക്കി വെക്കേണ്ട കോൺസെപ്റ്റുകളാണ്. അപ്പം ഈ പൊട്ടൻഷ്യൽ എനർജി ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സാണ് അടുത്ത് നമുക്ക് ഡീല് ചെയ്യേണ്ടത്. നമുക്ക് അതിലേക്ക് മൂവ് ചെയ്യാം. നോക്കാം, ശ്രദ്ധിക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് m മൂവിങ് വിത്ത് കൈനറ്റിക് എനർജി E compresses a spring through a distance 25 centimeter.
when its speed is halved. അപ്പം സ്പ്രിങ്ങിന് മൂവ്മെൻറ്റ് കിട്ടിയത് 25 സെൻറ്റിമീറ്റർ, സ്പ്രിങ് കംപ്രസ് ചെയ്തത് 25 സെൻറ്റിമീറ്റർ, ബ്ലോക്കിൻ്റെ സ്പീഡ് ഹാവ്ഡ്, പകുതിയായിട്ട് കുറഞ്ഞു. The value of spring constant used spring will be NE. എങ്കിൽ n ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്താ? അപ്പോൾ ഇവിടെ ആ ബ്ലോക്ക് യെസ് അവൻ്റെ ഉള്ള ഇപ്പോഴത്തെ കൈനറ്റിക് എനർജി ക്യാപിറ്റൽ E ആണ് അല്ലേ. സോ അവൻ്റെ ഇപ്പോഴത്തെ സ്പീഡ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ആ ബ്ലോക്ക് ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ പൊസിഷൻ ഇവിടെയായി എന്ന് വിചാരിക്കുക. യെസ്, ഇപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് അവൻ്റെ പൊസിഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികപരമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം, അവൻ ഇവിടെ ഇരുന്നപ്പോൾ അവൻ്റെ സ്പീഡെന്ന് പറയുന്നത് V ആയിരുന്നെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ അവൻ്റെ സ്പീഡ് V/2 ആയി മാറി. അപ്പോൾ സ്വാഭാവികപരമായിട്ടും അവൻ്റെ എനർജി E ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള അവൻ്റെ എനർജി എത്രയാണ്? നമുക്കിപ്പോൾ സിമ്പിളായിട്ട് പറയാമല്ലോ, ഹാഫും V² എന്ന് പറയുന്നതല്ലേ E. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിൽ വരുമ്പോൾ ഹാഫ് EM × V/2 സ്ക്വയർ ആയെന്നല്ലേ പറയുന്നത്. അത് നമുക്ക് E' ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ E' എന്ന് പറയുന്നത് ഹാഫ് EM V² ഡിവിഷൻ ബൈ 4 അല്ലേ? അത് നമ്മുടെ ഇനിഷ്യലായിട്ടുള്ള എനർജി ബൈ 4 അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരേണ്ടേ? ചിന്തിക്കേണ്ട പോയിൻ്റ്, ഇപ്പോൾ ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് E/4. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഇൻ എനർജി അവൻ എന്തിന് യൂസ് ചെയ്തു? എക്സാക്ട്ലി അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂട്ടാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? സ്പെഷ്യലായിട്ട് നമുക്ക് എഴുതാം, ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ആയിട്ട് മാറി. അപ്പോൾ സോ വി ക്യാൻ സേ ദാറ്റ് E - E/4 എന്ന് പറയുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സാക്ട്ലി അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ K × x² ആയി മാറി. ചിന്തിച്ചേ, ആ സ്പ്രിങ്ങിന് എന്തുമാത്രം കംപ്രഷനാണ് കിട്ടിയത്? യെസ്, 25 സെൻറ്റിമീറ്ററാണ്, 0.25 മീറ്ററാണ്, 1/4 മീറ്ററാണ്. സോ വി ക്യാൻ സേ 3/4 E എന്ന് പറയുന്നത് ½ K × 1/4 മീറ്ററാണ്, സ്ക്വയറാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 E എന്ന് പറയുന്നത് ½ K × 1/16 ആണ്. സോ 4 × 2 8, 8 × 3 24 E ആണ്. ദാറ്റ് ഈസ് അവർ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്, ദ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് കെയുടെ വാല്യൂ NE ആണ്. വെയർ വാട്ട് ഈസ് ദ വാല്യൂ ഫോർ N? സോ നമുക്ക് കിട്ടി ആൻസർ എന്ന് പറയുന്നത് യെസ് 24 ആണ്. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ കൈനറ്റിക് എനർജിയാണ് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയത്. നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സാധാരണ ഒരു ഫേസിൽ തന്നെ പല ഷിഫ്റ്റുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള, ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് നോക്കുക. The potential energy between two molecules is given by U = -A/r⁻⁶ plus B/r⁻12. Then at equilibrium, the separation between the molecules and the potential energy are. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ് അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ച് മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ്. ഇവിടെ 3 സിറ്റുവേഷൻസ് ഒന്ന് കാണുക. ഒരു
ബൗളുണ്ട്, അതിൽ ഒരു ഓബ്ജക്റ്റ് ഇരിപ്പുണ്ട്. I am giving a small jerk on it, then what happened to the movement? And it will come back to the initial position and is said to be under stable equilibrium. അതേ സ്ഥാനത്ത് മറ്റൊരു പൊസിഷനിൽ ഞാനൊരു സ്മോൾ ജെർക്കിംഗ് കൊടുത്തപ്പോൾ never returns to its initial position, and that is what is called unstable equilibrium. But another body is continues to be, ഒരു ചെറിയ ജെർക്ക് കൊടുത്തതേ ഉള്ളൂ, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ദാറ്റ് ഈസ് കോൾഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. പക്ഷേ മൂന്നിലും നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 പക്ഷേ സ്റ്റേബിൾ എന്ന് പറയുന്നതെങ്കിൽ ആ മീൻ പൊസിഷനിലേക്ക് അവൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ആൻഡ് ബട്ട് ഹിയർ ഇറ്റ് ഈസ് നെവർ കം ബാക്ക്, അൺസ്റ്റേബിൾ, കണ്ടിന്യൂ ടു ബി. അതിനെ പൊട്ടൻഷ്യൽ എനർജി കോൺസെപ്റ്റ് വെച്ചിട്ട് പറയുന്നത്, ഇവൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി മിനിമമാണ്, ഇവൻ്റെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമമാണ്, പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. സോ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം ആയിരിക്കണം, അൺസ്റ്റേബിൾ ആണെങ്കിൽ മാക്സിമമാണ്. നമ്മളുടെ ഈ ഒരു ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അത്തരം കേസുകളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ്. ഫോഴ്സ് എന്ന് പറയുന്ന എലിമെൻ്റ് 0 ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് തരികയാണ്, ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ കയ്യിലേക്ക് ഒരു കോണുണ്ട് എന്ന് വിചാരിക്കുക, എ സിമ്പിൾ കോൺ. ഒരു 3 തരത്തിൽ അവൻ്റെ ഓറിയൻറ്റേഷൻ കാണുകയാണ്. ഈ തരത്തിൽ സർഫസ് ഓഫ് എർത്തിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട്. ഇവിടെ നമ്മളൊരു ജെർക്കിങ് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ കം ബാക്ക്, ബട്ട് ഹിയർ നെവർ. ഇതേ ഓറിയൻറ്റേഷൻ തുടരും. ഇവിടുത്തെ സെൻറ്റർ മാസ് ബേസ് ചെയ്ത് അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി പറയാം വളരെ മിനിമമാണ്. അവനെ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇവിടുത്തെ സെൻട്രൽ മാസ് ബേസ് ചെയ്ത് നമുക്ക് പറയാം അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മാക്സിമമാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇവിടെ നമുക്ക് പറയാം അവൻ്റെ ഏത് കേസിലും പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്, ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. നമ്മുടെ പ്രോബ്ലത്തിൻ്റെ കോൺസെപ്റ്റിലേക്ക് പോകാം. വളരെ പ്രാധാന്യത്തോടെ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സിന് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊസിഷനുമായി ഡിപ്പെൻഡബിൾ ആകുന്ന കോൺസെപ്റ്റാണ്. സാധാരണ കൺസർവേറ്റീവ് ഫോഴ്സസിനൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എസ് ഡി യു ബൈ ഡി ആർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉപയോഗിച്ച് ഇവനിലേക്ക് വരാം. പക്ഷെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണം, ഇക്വിലിബ്രിയം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ദാറ്റ് ഈസ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഡി യു ബൈ ഡി ആർ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എങ്കിൽ ആ പൊസിഷനാണ്, ആ ആറാണ് നമ്മുടെ ആദ്യത്തെ കോൺസെപ്റ്റ്, ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾ. വി ക്യാൻ കോൾ ഇറ്റ് as R0. എങ്കിൽ ആ R0യിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മുടെ ചോദ്യം. സോ നമുക്ക് ആ ഒരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത്, യെസ് വി ക്യാൻ റൈറ്റ് ടു ബി -a/r⁻⁶ പ്ലസ് b/r⁻12 ആണ്. ഇതിനെ ഒരു പ്രാവശ്യം 6 ഒന്ന് ഡിഫറൻസിയേഷൻ നടത്തിയാൽ ഇതിനെ നമുക്ക് r⁻⁻6 എന്ന് എഴുതാം, b × r⁻12 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇനി നമുക്കിവനെ ഒരു പ്രാവശ്യം ഒന്ന് ഡിഫറൻസിയേഷന് വിധേയമാക്കിയാൽ ഡി യു ബൈ ഡി ആർ എടുത്തു കഴിഞ്ഞാൽ, സോ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് -a × r⁻n, യെസ് എക്സാക്ട്ലി n × r⁻n
Yes, n minus 1. So minus 7 plus b into minus 12 into r raised to minus 30. So ഇതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ 6a division by r raised to 7 minus 12b division by r raised to 13. വളരെ പ്രാധാന്യമുള്ള ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ആ മെത്തേഡ്. അത് പല പ്രാവശ്യം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പല പ്രാവശ്യം ആവർത്തിച്ച കോൺസെപ്റ്റാണ്. സോ ഈ വാല്യൂ 0 ആകണ്ടേ അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ, ഫോഴ്സ് 0 ആകണ്ടേ. സോ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ദ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് 0 ആകണ്ടേ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടു ബി 6a by r raised to 7 എന്ന് പറയുന്നത് 12b by r raised to 13 ആണ്. സോ ഒന്ന് കട്ട് ചെയ്താൽ അത് r raised to 6 ആയില്ലേ, 6 ഇത് 2 ആയി മാറിയില്ലേ. സോ നമുക്ക് സിമ്പിളായിട്ട് r raised to 6ന് ഇക്വേഷൻ എഴുതിയാൽ r raised to 6 എന്ന് പറയുന്നത് 2b by a 2b by a. സോ r എന്ന് പറയുന്നത് 2b by a the whole raised to 1 by 6. So we can treat this is as our equilibrium distance, the separation between the molecules. So that is a concept there. അപ്പോൾ നമ്മുടെ പകുതി ആൻസറായി. അത് 2 ചോയ്സസ് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ. യെസ്, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിലും ആ പകുതി പാർട്ട് ശരിയാണ്, തേർഡ് ഓപ്ഷനിലും നമുക്ക് പകുതി പാർട്ട് ശരിയാണ്. So we need to find what is the potential energy during that ആ ഒരു ഡിസ്റ്റൻസ് ആകുമ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുലയിലേക്ക് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിമ്പിളായിട്ട് ആൻസർ കിട്ടി. യു ഇസ് ഈക്വൽ ടു വി നോ ഇറ്റ് ഈസ് മൈനസ് എ ബൈ ആർ റൈസ് ടു 6. അവിടെ ആർ റൈസ് ടു 6, ദിസ് ഈസ് റൈസ് ടു 6. സോ 2b ബൈ എ റൈസ് ടു 6. അപ്പോൾ ഇത് 1/6 ആണ് അല്ലേ. അപ്പോൾ 6/6 അത് 1 ആയി മാറി. പ്ലസ് b by r raised to 12. So b by r0 is what? So it is 2b by a raised to 12/6. So ശ്രദ്ധിച്ച് സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. സോ മൈനസ് അപ്പോൾ 6/6 1 ആയി, ഇത് 2 ആയി മാറി. സോ മൈനസ് എ സ്ക്വയർ ബൈ 2b. യെസ് 2b. നെക്സ്റ്റ് വൺ ഗുഡ്. That is equal to b by, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ യെസ് 4b സ്ക്വയർ ബൈ എ. ഒരു ബി അങ്ങ് നമുക്ക് കട്ട് ചെയ്ത് പോയി. അപ്പോൾ രണ്ടും ഒരേപോലത്തെ ടൈമായി അല്ലേ. ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്താൽ സോ മൈനസ് എ സ്ക്വയർ ഡിവിഷൻ ബൈ 4b ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഗുഡ്, എക്സാക്ട്ലി. സോ ദാറ്റ് വി ഗെറ്റ് ദ തേർഡ് ഓപ്ഷൻ ആസ് ദി ആൻസർ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യനാണ് ദാറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഉറപ്പായിട്ടും ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ഓർക്കണേ. സ്റ്റേബിൾ ആയിക്കോട്ടെ, അൺസ്റ്റേബിൾ ആയിക്കോട്ടെ, ന്യൂട്രൽ ഇക്വിലിബ്രിയം ആയിക്കോട്ടെ, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആയിരിക്കും സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം വരുമ്പോൾ അത് മാക്സിമം ആയിരിക്കും. കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരും ഫോർ ന്യൂട്രൽ ഇക്വിലിബ്രിയം ബോഡി. അത് ഓർമ്മയിരിക്കട്ടെ. ഈ ഒരു കോണിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് എപ്പോഴും മനസ്സിലോർത്തിരുന്നാൽ പലപ്പോഴും നിങ്ങൾക്കത് ഓർക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ സെൻട്രൽ മാസ് വളരെ ചെറുതാണ്, അപ്പോൾ ചെറിയ ഡിസ്റ്റൻസിലാണ്. സോ പൊട്ടൻഷ്യൽ എനർജി അവിടെ മിനിമം ആയിരിക്കും. ഇവിടെ ഹയർ ഡിസ്റ്റൻസിലാണ്, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ഇവിടെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരും എനി ഓറിയൻറ്റേഷൻ. സോ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പറയാൻ പറ്റും. സോ we can move to the next one. നല്ലൊരു ക്വസ്റ്റ്യനാണ്. വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വളരെ സീരിയസോടെ നല്ല ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് പോവാം. ലുക്ക് ഹിയർ. നെക്സ്റ്റ് വൺ, എ ഗുഡ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് of radius a under the action of an attractive potential u is equal to minus k by 2r square. What is its energy? What is its total energy? ഇതാണ് ചോദ്യം. നല്ലൊരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു
സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് എ അണ്ടർ ദി ആക്ഷൻ ഓഫ് ആൻ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ടോട്ടൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ യു എന്ന് പറയുന്നത് -k/2r² എന്നാണ് തന്നിരിക്കുക. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റെലവൻ്റായ സർക്കുലർ മോഷനിലെ ഫോഴ്സ്, സർക്കുലർ മോഷനിലെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണല്ലേ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടല്ലേ. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? തൊട്ട് മുന്നേ പറഞ്ഞ കോൺസെപ്റ്റ് മറക്കണ്ട, ദ du/dr ആണ്. അങ്ങനെയാണെങ്കിൽ സോ മൈനസ് ഇൻറ്റു d/dr ഓഫ് നമ്മുടെ തന്നിരിക്കുന്ന റിലേഷൻ മൈനസ് k/2 ഇൻറ്റു r⁻². ആ കോൺസ്റ്റൻസിനെ ഒന്ന് പുറത്തേക്ക് എടുത്താൽ അത് k/2 ആയി മാറി അല്ലേ. യെസ്, k/2 ഇൻറ്റു r⁻². അതിനെ ഒന്ന് ഡിഫറൻസിയേഷന് വിധേയമാക്കി. സോ വി ഗെറ്റ് ദ വാല്യൂ അസ് -2 ഇൻറ്റു r⁻³ ആണ്. ഗുഡ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യാൻസൽ ആയി. സോ -k/r³ എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു m/v²/r അല്ലേ. ഒരു r നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലോ, അപ്പോഴത്തേക്കും അത് r² ആയിട്ട് മാറിയില്ലേ. അപ്പോൾ -k/r². m/v² ഉണ്ടെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വളരെ ഈസി അല്ലേ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/2 × mv² അല്ലേ. നമ്മൾ അതിലെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ഓർക്കുക, പൊട്ടൻഷ്യൽ നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അത് മറന്നു കളയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × ദാറ്റ് m/v², അവൻ്റെ പോസിറ്റീവ് വാല്യൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു k/r². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് k/2r². ഇതൊരു വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് k/2r² ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ടോട്ടൽ എനർജി അല്ലെങ്കിൽ എനർജി ഓഫ് ദ ബോഡി അണ്ടർ സർക്കുലർ മോഷൻ? സോ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. രണ്ടും ഒരേ വാല്യൂ ആണ്. വി ഗെറ്റ് ദ ആൻസർ as 0. ദാറ്റ് മീൻസ് ദ തേർഡ് ഓപ്ഷൻ as ദി ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഓർക്കുക. ഗുഡ്. യെസ്, സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. A stone of mass 20 gram is projected from a rubber catapult of length 0.1 meter and area of cross section 10 to the power of -6 meter square, stretched by an amount of 0.04 meter. The velocity of the projected stone is. അപ്പോൾ നമ്മൾ കറ്റപ്പിൾട്ട് ഉപയോഗിച്ച് അപ്പോൾ ആ റബ്ബർ ബാൻഡ് അങ്ങ് നന്നായിട്ട് സ്ട്രെയിൻഡ് ആകുകയാണ് അല്ലേ. യെസ്. സോ ആ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി, സോ ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ കൈനറ്റിക് എനർജി. അവൻ്റെ 1/2 mv² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കിവിടെ ഏരിയ ക്രോസ് സെക്ഷനും ലെങ്തും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ യങ്സ് മോഡുലസും തന്നിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ചെയ്യാം? സോ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നത് ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ക്ലാരിറ്റിയോടെ നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ. 0.04 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എനർജി, ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ദ ലോഡ് ഇൻറ്റു ദ എക്സ്റ്റൻഷൻ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് 1/2 m/v². ദ വെലോസിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം സാധാരണ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് സ്ട്രെസ് ഡിവിഷൻ ബൈ സ്ട്രെയിൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. സോ സ്ട്രെസ് ബൈ സ്ട്രെയിന് നമ്മൾ കൊടുക്കുമ്പോൾ യു ഗെറ്റ് ദ വാല്യൂ as F ഡിവിഷൻ ബൈ A ഫോർ സ്ട്രെയിൻ എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഡിവിഷൻ ബൈ ഒറിജിനൽ ലെങ്ത്.
സോ സിമ്പിളായിട്ട് അവിടെ എഫ് എന്ന് പറയുന്നത് വൈ എ ഡെൽറ്റ എൽ ബൈ എൽ. സോ നമ്മളതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഹാഫ് ഇൻറ്റു ദറ്റ് ഫോഴ്സ് വൈ എ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ എൽ, സോ ദാറ്റ് മച്ച് സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ. അപ്പോൾ നമുക്ക് സ്പീഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഹാഫ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഫോർ വി സ്ക്വയർ. സോ ഈക്വൽ ടു എം ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ വൈ എ ഡെൽറ്റ എൽ സ്ക്വയർ ദ ഡിവിഷൻ ബൈ എം ഇൻറ്റു എൽ. So we need to find the value of V. So V become equal to root of, yes, Y A the extension square by M into L. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കമൻറ്റ് ചെയ്തേ. യെസ്, അപ്പോൾ നമുക്ക് Y എന്ന് പറയുന്നത് 0.5 into 10 to the power of 9 ആണ്. So we can write to be as 5 into 10 to the power of 8 ആയിട്ട് നമുക്ക് എഴുതാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് 10 to the power of -6 ആണ്. യെസ്, ദാറ്റ് മീൻസ് ഇൻറ്റു എക്സ്റ്റൻഷൻ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 into 10 to the power of -4 ആണ് അല്ലേ, സ്ക്വയർ അല്ലേ. മാസ് എന്ന് പറയുന്നത് 20 gram ആണ്. സോ 2 into 10 to the power of -2 ആണ്. ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് 0.1 ആണ്. That is equal to 10 to the power of -1. So that is equal to, സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ പറ്റും. ഒന്ന് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് നോക്കി. 10 സ്ക്വയർ 10⁻6 -6 ക്യാൻസലായി. സോ 2 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്താൽ അത് 8 ആയി. 8 into 5 40 ആയി. സോ 40 into പവേഴ്സ് ഒന്ന് ശ്രദ്ധിച്ച്. സോ വി ഗെറ്റ് ദ വാല്യൂ. സോ വൈയുടെ വാല്യൂ നമ്മൾ 5 into 10 to the power of 8 ആണ്. ഏരിയ 10 to the power of -6 നമ്മൾ പുട്ട് ചെയ്തു. ഡെൽറ്റ എൽ നമുക്ക് 0.4 ആണ്. സോ 416 into 10 to the power of -4 ആണ്. ദെൻ യെസ്, ദ ഡിവിഷൻ ബൈ മാസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് 20 gram ആണ്. അപ്പോൾ 10 to the power of -3, അപ്പോൾ 2 into 10 to the power of -2 ആണ്, ശ്രദ്ധിക്കണം. ദാറ്റ് മച്ച് ഇൻറ്റു 10 to the power of -1. അപ്പോൾ നമ്മളൊന്ന് ക്യാൻസൽ ചെയ്തെടുത്താൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് 5 into 2 കൊണ്ട് നമുക്ക് എടുക്കുമ്പോൾ 40 ആയി. ഇനി പവറുകളൊന്നുകൂടെ നോക്കുക. 10 to the power of 8, 10 to the power of -10, -2 കട്ട് ചെയ്തു. സോ 400 ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 20 meter/second. ഇപ്പോൾ കാൽക്കുലേഷനൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. So we get the 14th one as 20 meter/second as the answer. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ 15. Waterfalls from a 40-meter high dam at the rate of 9 into 10 to the power of 4 kilogram per hour. 50% of the gravitational potential energy can be converted into electrical energy. Using this hydroelectric energy, number of 100-watt lamps that can be lit is. എത്ര നമ്മുടെ ലൈറ്റുകളെ അതിന് പ്രകാശിപ്പിക്കാൻ പറ്റും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സിമ്പിൾ കോൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് 40 meter ഹൈ ഡാമിലെന്ന് 9 into 10 to the power of 4 kilogram, അത് 1 മണിക്കൂറിൽ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് പൊട്ടൻഷ്യൽ എനർജി ഈസ് ആക്ച്വലി അവിടെ റിലീസ് ചെയ്ത് വരുന്നു പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കറിയാം പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക്
പെർ അവറിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ mg/ടൈം, അപ്പോൾ പെർ സെക്കൻഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ മാസ് പെർ യൂണിറ്റ് ടൈം അത് 9 × 10⁴ ആണ്, ബട്ട് പെർ ടൈം 1 hour ആണ്. സോ 60 × 60 3600 ഇൻറ്റു 10 ഇൻറ്റു ദ ഹൈറ്റ് എന്ന് പറയുന്നത് 40 ആണ്. ഗുഡ്. അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന പവർ എത്രയാണ്? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് എക്സാക്ട്ലി 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ. സോ 9 ഇൻറ്റു നമുക്കിതിനെ ഒന്ന് ക്യാൻസൽ ചെയ്താൽ അത് 4 ആയി. 4 കട്ടായി. സോ 10⁴. യെസ്, ദാറ്റ് മച്ച് വാട്ട്. ഇതാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ 10,000 അല്ലേ, 10,000 വാട്ടാണ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ആ 10,000 വാട്ട് ഇപ്പം മറ്റ് ലോസ് ഓഫ് എനർജി ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ പറയുന്നത് 100 വാട്ടിൻ്റെ എത്ര പവർ, എത്ര ലൈറ്റുകളെയാണ് അവന് ലിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ പവർ എന്ന് പറയുന്നത്, പക്ഷേ ഒരു കാര്യം ഓർക്കണേ, ദർ ഇസ് എ കോൺസെപ്റ്റ്, the 50% of the gravitational potential energy is converted into electrical energy. So there is a loss. അപ്പോൾ ആ 50% കൊടുക്കുക എന്ന് പറയുമ്പോൾ 0.5 times, the 0.5 times of 10⁴, that is equal to 5,000 watt. അപ്പോൾ 5,000 വാട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ 50% ലോസ് കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര ബൾബ്, അപ്പോൾ ബൾബ് ഓരോ ബൾബിൻ്റെയും പവർ നമുക്ക് തന്നിരിക്കുന്നത് 100 ആണ്. സോ 5000 എന്ന് പറയുന്നത് സിംപ്ലി വി ക്യാൻ സേ n ടൈംസ് ഓഫ് ദാറ്റ് 100. സോ n ഇസ് ഈക്വൽ ടു ദ 100. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് ഈക്വൽ ടു 50. സോ അതൊരു നല്ലൊരു കോൺസെപ്റ്റാണ്. സോ സെക്കൻഡ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓർത്തിരിക്കുക, കൺവേർഷൻ ഓഫ് എനർജി. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. കൊള്ളാം, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. എ ഗുഡ് ക്വസ്റ്റ്യൻ. സർക്കുലർ മോഷൻ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്കാണ് അടുത്ത് വരിക. അപ്പോൾ ഈ സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തിയററ്റിക്കൽ ആസ്പെക്ട്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി വരിക? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 പോയിൻ്റുകൾ പറയാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഒരു സാധാരണ സർക്കുലർ മോഷൻ വരുമ്പോൾ ഞാനതിനെ ഒരു ക്ലാരിറ്റിയോടെ പറയുകയാണ്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ആണെങ്കിൽ അതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് സർക്കുലർ മോഷനാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വ്യക്തതയോടെ നമുക്കറിയാം ഇതവൻ്റെ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷനാണ് എന്നിരിക്കട്ടെ. ഒരു സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് വളരെ റെലവൻ്റായിട്ട് ചിന്തിക്കേണ്ട പ്രധാന ആസ്പെക്ട്സുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇവൻ്റെ മൂവ്മെൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അവൻ്റെ ടാൻജൻഷ്യലായിട്ടുള്ള യാത്രയാണ്. അത് ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആങ്കുലാർ വേരിയബിളായ ആങ്കുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എലോങ് ദി ആക്സിസ് ആണ്. ആങ്കുലാർ വേരിയബിൾസ്, ആങ്കുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആങ്കുലാർ വെലോസിറ്റി, ആങ്കുലാർ ആക്സിലറേഷൻ, ഇവരൊക്കെ കൃത്യതയോടെ ഓർക്കുക, അവർ ആക്സിയൽ വെക്ടറുകളാണ്. അവർ ആക്ട് ചെയ്യുന്നത് എലോങ് ദി ആക്സിസ് ആണ്. പക്ഷേ ലീനിയർ വേരിയബിളുകൾ എല്ലാം തന്നെ അത് ടാൻജൻഷ്യലി ആണ് ആക്ട് ചെയ്യുക. സോ എസ് ആണെങ്കിൽ അവൻ തീറ്റ കൊടുക്കുന്നു. കറസ്പോണ്ടിങ്ങിലി എസ് മാറുമ്പോൾ അവിടെ വെലോസിറ്റി ടാൻജൻഷ്യലി വന്നു കഴിഞ്ഞു. ആൻഡ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ഒമേഗ. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. അതേപോലെ തന്നെ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റിക്ക് വ്യത്യാസം വരുമ്പോൾ അവിടെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വന്നു കഴിഞ്ഞു. ആ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വിൽ പ്രൊഡ്യൂസ് ആങ്കുലാർ ആക്സിലറേഷൻ ആൽഫ. ഒരു പോയിൻ്റ് കൂടെ മനസ്സിൽ ഓർത്തിരിക്കുക. നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റും തീറ്റയും തമ്മിലുള്ള റിലേഷൻ എസ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. ദ ലീനിയർ വെലോസിറ്റിയും ആങ്കുലാർ വെലോസിറ്റിയും തമ്മിലുള്ള കണക്ഷൻ ആർ ഒമേഗ.
ടാൻജൻഷ്യൽ ആക്സിലറേഷനും ആൽഫയും തമ്മിലുള്ള കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. AT is equal to R alpha. അവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക, ടാൻജൻഷ്യലിയാണ് ഈ പറഞ്ഞ ഡയറക്ഷൻസ് എല്ലാം തന്നെ ആക്സിസിലൂടെ ആയിരുന്നു ഇതെല്ലാം. സാധാരണ കൺസിഡർ ചെയ്യുന്ന റേഡിയസ് വെക്ടറിൻ്റെ ഡയറക്ഷൻ മറക്കണ്ട, എലോങ് ദ റേഡിയസ് ടുവേർഡ്സ് ഔട്ട്സൈഡാണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഓർമ്മയിരിക്കട്ടെ, എലോങ് ദ റേഡിയസ് ടുവേർഡ്സ് ദി സെൻറ്ററാണ്. സോ അവൻ്റെ വാല്യൂ AC എന്ന് പറയുന്നത് V² ഡിവിഷൻ ബൈ R ആണ്. സോ ഇത്തരം വേരിയബിൾസ് അതിൻ്റെ ഡിറക്ഷൻ സാധാരണ JEE മെയിനിലെ പ്രധാനപ്പെട്ട 1-2 സർക്കുലർ മോഷൻ ക്വസ്റ്റ്യനുകൾ ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നിങ്ങൾക്കതിന് ക്ലാരിറ്റി കിട്ടും. ഒരു പോയിൻ്റ് കൂടെ, എസ്പെഷ്യലി അബൌട്ട് ദ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ ഓർക്കേണ്ട കോൺസെപ്റ്റാണ്, ശ്രദ്ധിക്കാം. അതിൽ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ വരുമ്പോൾ ഒരു ബോഡിക്ക് ഒരു മിനിമം വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എലോങ് ദ സർക്കുലർ മോഷൻ പോസിബിൾ ആകൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തതയോടെ മനസ്സിലാകും. ഒരു ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഉള്ള ബോഡിയിൽ വെക്കുമ്പോൾ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ നടക്കൂ. അതിന് പകരമായിട്ട് അതിൽ ചെറിയ പൊട്ടൻഷ്യൽ എനർജിയുള്ള പൊസിഷനുകളിലാണ് വെക്കുന്നതെങ്കിൽ അത് ഫുൾ സർക്കുലർ മോഷൻ കറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബോട്ടത്തിലെത്തുന്ന ആ ബോഡിക്ക് ഒരു മിനിമം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലൂപ്പ് പൂർണ്ണമായിട്ടും കറങ്ങാൻ പറ്റുകയുള്ളൂ. ഫോർ ലൂപ്പിംഗ് ദ ലൂപ്പ്, ദ ബോഡി അറ്റ് ദ ലോവസ്റ്റ് പോയിൻറ്റ് മസ്റ്റ് പൊസസ് എ മിനിമം സ്പീഡ്. വെർട്ടിക്കൽ സർക്കുലർ മോഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ. ആ വെർട്ടിക്കൽ സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിൽ ശ്രദ്ധ വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ലുക്ക് കെയർഫുള്ളി. ലുക്ക്, നമ്മളൊരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എടുക്കുന്ന സമയത്ത് തിയററ്റിക്കലായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലുക്ക് കെയർഫുള്ളി. അപ്പോൾ നമ്മളൊരു ബോബ് ഒരു മിനിമം വെലോസിറ്റി അറ്റ് ദ ലോവസ്റ്റ് പോയിൻറ്റിൽ നമ്മൾ കൊടുത്തു. ഇറ്റ് ഈസ് അണ്ടർ വേർട്ടിക്കൽ സർക്കുലർ മോഷൻ. ഒരു പർട്ടിക്കുലർ ഇവൻറ്റിൽ ഇവൻ്റെ പൊസിഷൻ ഇവിടെയാണെങ്കിൽ ഓർത്ത് വെക്കേണ്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവൻ്റെ വെയ്റ്റ് കോൺട്രിബ്യൂഷൻ, ടെൻഷൻ, the weight can be split into 2. അപ്പോൾ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് mg cos theta ആയിരിക്കും. that is mg sin theta, that is the tangential force there. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ബേസിക് ആയിട്ട് വരേണ്ട കാര്യം ടെൻഷൻ, that is m into v² by r, അവിടുത്തെ സ്പീഡാണ് എന്നിരിക്കട്ടെ. and that is provided by the centripetal force is provided by the tension and is degraded by mg cos theta. And this is a very, very important relation. The tension at any angle, so T is equal to mg cos theta plus m into v² by r. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റയാണ്. അടുത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കേണ്ടത്, the minimum speed needed at the lowest point for just looping the loop. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, that is √5gr. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും മിനിമം ടെൻഷൻ ആകുന്ന പൊസിഷൻ, ഈ ടെൻഷനിലെ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ച്, mg cos theta പ്ലസ് m into v² by r അല്ലേ. ആ ടെൻഷൻ ഏറ്റവും മിനിമം ആകുന്നത് എവിടെയായിരിക്കും? കോസ് തീറ്റ മാക്സിമം ആകുമ്പോൾ, കോസ് തീറ്റ മിനിമം ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ അറ്റ് ദ ഹയസ്റ്റ് പോയിൻ്റ്. അവിടുത്തെ ടെൻഷൻ നമ്മൾ സാധാരണ അപ്രോക്സിമേറ്റ്ലി 0 ആണ്. ആ സമയത്ത് ലോവസ്റ്റ് പോയിൻറ്റിലെ ടെൻഷൻ എന്ന് പറയുന്നത് 6 mg ആയിരിക്കും. ആ മിനിമം സർക്കുലർ മോഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് 3 mg ആയിരിക്കും. പ്രധാനപ്പെട്ട ഡേറ്റയാണ്. ഇവിടുത്തെ സ്പീഡ് √5gr ആണെങ്കിൽ അറ്റ് ദ മിഡിൽ പോയിൻറ്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് √3gr ആയിരിക്കും.
ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി റൂട്ട് ജി ആറും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഡേറ്റയാണ്. മിനിമം സ്പീഡ് അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് നീഡഡ് ഫോർ ജസ്റ്റ് ലൂപ്പിംഗ് ദ ലൂപ്പ്, ദാറ്റ് ഈസ് റൂട്ട് 5 GR at the bottom point. At the middle point it becomes root 3 GR, and at the highest point that is root GR. Tension at the lowest point that is 6 mg and is at minimum it approximately 0. ഏത് സർക്കുലർ മോഷൻ ഇവിടെ നമ്മൾ സ്പീഡ് കൂട്ടിയെടുത്താലും ഈ രണ്ട് പോയിന്റിലെയും ടെൻഷൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് 6 mg ആയിരിക്കും. അതൊരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡേറ്റയാണ്. ടി മാക്സിമ മൈനസ് ടി മിനിമ എന്ന് പറയുന്നത് 6 mg ആയിരിക്കും. ഓർമ്മയിരിക്കട്ടെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്കലായിട്ട് കൺസിഡർ ചെയ്യാം. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. A small bob tied at one end of a thin string of length 1 meter that is describing a vertical circle so that the maximum and the minimum tension in the string are in the ratio 5:1. അപ്പോൾ ഇവിടെ പറയുന്നത് ടി മാക്സ് ബൈ ടി മിനിമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. The velocity of the bob at the highest position is. അപ്പോൾ വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലെ പൊസിഷനാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ ജസ്റ്റ് മുന്നേ പറഞ്ഞ 1-2 ഡേറ്റകൾ കൂടെ ഓർത്തോണേ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം ഹയസ്റ്റ് പൊസിഷനിലാണ്. അപ്പോൾ ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ടി എന്ന് പറയുന്നത് നമുക്ക് ഏത് പൊസിഷനാണെങ്കിലും എം ജി കോസ് തീറ്റ പ്ലസ് ഇ എം ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ ആണെന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് പൊസിഷൻ വരുമ്പോൾ തീറ്റ 180 ആയി, അത് മൈനസായി. സോ ടെൻഷൻ എന്ന് പറയുന്നത്, ടെൻഷൻ അവിടെ മിനിമം ആയിരിക്കും അല്ലേ? യെസ്, ടെൻഷൻ മിനിമം എന്ന് പറയുന്നത് കോസ് തീറ്റ മൈനസായി. അപ്പോൾ എം വി സ്ക്വയർ ബൈ ആർ മൈനസ് എം ജി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടെൻഷൻ അറ്റ് ദ മിനിമം ആണ് ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രധാനപ്പെട്ട ഡേറ്റ കൂടെ നമ്മൾ ജസ്റ്റ് മുന്നേ ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എടുക്കുന്ന സമയത്ത് അവൻ്റെ മാക്സിമം ടെൻഷൻ മൈനസ് മിനിമം ടെൻഷൻ എന്ന് പറയുന്നത് 6 mg ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി മാക്സിമത്തിന് പകരം 5 ടി മിനിമമായിട്ട് നമുക്ക് കൊടുക്കാം. 5 ടി മിനിമം മൈനസ് ടി മിനിമം എന്ന് പറയുന്നത് 6 mg ആണ്. സോ 4 ടി മിനിമം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 6 mg ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി മിനിമം എന്ന് പറയുന്നത് 3/2 mg ആയിട്ട് നമുക്ക് കിട്ടി. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. സോ സിമ്പിളായിട്ട് ടി മിനിമം എന്ന് പറയുന്നത് 3/2 mg പ്ലസ് mg ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ. സോ ഈ എം ജിയെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൂടെ കൊടുത്തു. നമുക്ക് വെലോസിറ്റിയാണ് വേണ്ടത്. സോ സിമ്പിളായിട്ട് എം നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ 2 + 3 സോ 5/2 g ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. സോ ആർ 1 ആയി മാറി. സോ ദാറ്റ് വി സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് 5g/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് 5 × 10 50/2 25. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് 5 m/s. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത് 5 എന്നാണ്. വെർട്ടിക്കൽ സർക്കുലർ മോഷനിലെ നല്ലൊരു കോൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. യെസ്, സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സർക്കിൾ വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംഗുലർ സ്പീഡ്? കോൺസ്റ്റൻറ്റ് ആംഗുലർ സ്പീഡ്, യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത?
യൂണിഫോം സർക്കുലാർ മോഷൻ എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം the particle must move with constant speed, constant angular velocity, kinetic energy is a constant. That is a very important one. സാധാരണ ഒരു നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എടുക്കുന്ന സമയത്ത് സ്പീഡ് എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും. പക്ഷേ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കേണ്ടത് ആ സ്പീഡിൻ്റെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ടുള്ള ഒറ്റ ആക്സിലറേഷൻ മാത്രമേ അവന് ഉണ്ടാകാറുള്ളൂ. പക്ഷേ നോൺ യൂണിഫോമിൽ അങ്ങനെയല്ല. ഡയറക്ഷൻ മാറുന്നതിനോടൊപ്പം തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡും മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലോർക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്, വെലോസിറ്റി എന്നുള്ള ടേം കൺസിഡർ ചെയ്യുമ്പോൾ അവൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആക്സിലറേഷനാണ് ഒരു സർക്കുലർ മോഷൻ നടത്തുന്ന സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അതേ സ്ഥാനത്ത് ഓർക്കുക, സ്പീഡ് മാറുമ്പോഴുണ്ടാകുന്ന മാഗ്നിറ്റ്യൂഡ് മാറുമ്പോഴുണ്ടാകുന്ന ആക്സിലറേഷനാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, സാധാരണ dv/dt ആയിട്ട് നമ്മൾ പറയുന്നത്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ മാറുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത് v²/r ആയിട്ട്. അത് എലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദി സെൻറ്റർ ആയിട്ടാണ് നമ്മൾ AC-യുടെ ഡയറക്ഷൻ പറയുക. അതേ സ്ഥാനത്ത് നമ്മളുടെ ടാൻജൻഷ്യൽ എന്ന് പറയുന്നത് ടാൻജൻഷ്യലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. യൂണിഫോം സർക്കുലർ മോഷൻ വരുമ്പോൾ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ആങ്കുലാർ ആക്സിലറേഷനും 0 ആകും. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ മാത്രമേ ഉണ്ടാവൂ. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദി സെൻറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസേഴ്സിലേക്ക് പോകാം. ഫസ്റ്റ് ചോയ്സ് പറയുന്നത് ഓർക്കണം, യൂണിഫോം സർക്കുലർ മോഷൻ എന്നാണ് കേട്ടോ കോൺസെപ്റ്റ്. ദ ആക്സിലറേഷൻ വെക്ടർ പോയിൻറ്റ്സ് ടു ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. നമ്മുടെ ചോദ്യം ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഗുഡ്. നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ എലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദി സെൻറ്റർ. ദ ആക്സിലറേഷൻ വെക്ടർ ഈസ് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ. നമുക്കറിയാം അവിടെ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ പിന്നെ ടാൻജൻഷ്യലായിട്ട് ആക്സിലറേഷൻ ഇല്ല. സോ ദാറ്റ് ഈസ് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് അവർ ആൻസർ. We can go with other choices too. The velocity vector is a tangent to the circle. Exactly. അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലേക്ക് ഓർത്തേക്കണേ. സർക്കുലർ മോഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ടാൻജൻഷ്യലായിട്ടാണ് ലീനിയർ വെലോസിറ്റി ആക്ട് ചെയ്യുക. സെൻട്രിപെറ്റൽ ആക്സിലറേഷനുമായിട്ടൊക്കെ 90 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്. അവിടുത്തെ ആക്സിയൽ വെക്ടറുമായിട്ട് പല പാരാമീറ്ററുകളും 90 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരി തന്നെ. ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ. സോ നമുക്ക് വ്യക്തതയോടെ പറയാം ദ സെക്കൻഡ് ഓപ്ഷൻ ആണ് അവിടുത്തെ ആൻസർ. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. നല്ല ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിളായിട്ട്. യെസ്, അനദർ ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓർക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. The minimum velocity with which a car driver must traverse a flat curve of radius 150 meter and coefficient of friction 0.6 to avoid skidding is. ഒരു ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ സർഫസിൽ we need to find what is the minimum velocity needed for just നല്ല സെക്യൂറബിളായിട്ട് കറങ്ങാൻ വേണ്ട യെസ് സ്പീഡ് എത്ര എന്താണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് ചെറിയ കേസസ് ഒന്ന് ഓർത്തിരിക്കാം. അതിൽ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനെ കുറിച്ച് തന്നെ നമുക്കൊന്ന് സംസാരിക്കാം. ലുക്ക്, ഒരു ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് എലോങ് ദ റേഡിയസ് ആണ് നമുക്ക് വേണ്ടത്. ആൻഡ് ദാറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ബൈ ദ simply we can say just the frictional force between the tires and the road. So for safe movement we can say the centripetal force there needed one must be less maximum boil equal ആയിരിക്കണം അവിടുത്തെ frictional force there.
What is the frictional force there? Simply we can say that m into v square by r, say maximum case angle, we can take that equal to the friction as mu times of that reaction. And the reaction, in a normal case, a flat surface on, the weight that is balanced by the reaction, that is very important. So we can just substitute for r is equal to mg. So that is equal to m into v square, that division by r. So m cancel, and we get the maximum condition as v square equal to mu times of that rg. So that we get the value as v is equal to root of mu rg, and that is a very relevant condition here, and maybe important one too. Important ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ലോസ് ഓഫ് മോഷനിലെ ഒരു കണക്റ്റഡ് ടോപ്പിക്കായിട്ടാണ് അത് കൊടുത്തിരിക്കുക. യു മസ്റ്റ് ഗോ വിത്ത് ദാറ്റ്. ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ്, അതിൻ്റെ ജസ്റ്റ് ഇക്വേഷൻസ് നമുക്കൊന്ന് സെൻസ് ചെയ്യാം. പക്ഷെ അത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ വിത്ത് ഫ്രിക്ഷൻ ബാങ്കിങ്, വിത്തൗട്ട് ഫ്രിക്ഷൻ, ഈ രണ്ട് കേസസിലെയും മാക്സിമം സ്പീഡിൻ്റെ കണ്ടീഷൻ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് v is equal to റൂട്ട് മ്യൂ ആർ ജി എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേസിലേക്ക് പോയാൽ ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.6 ആണ്. ദറ്റ് റേഡിയസ് എന്ന് പറയുന്നത് 150 ആണ്. ദറ്റ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 10 ആയിട്ടെടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into 150. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 900. So 30 meter per second. So we get 2 as the answer. So that is the question number that 18. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഓർക്കുക. ഒരു ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡിലേക്ക് വരുമ്പോൾ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? ഒരു ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ് വരുന്ന സമയത്ത് അതിൻ്റെ ബേസിക് കാര്യം മാത്രം ഒന്ന് ശ്രദ്ധ വെച്ച് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കർവ്ഡ് കേസാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് വിചാരിക്കുക. ഔട്ടർ ലെയർ ഒരു എച്ച് ഹൈറ്റ് പൊങ്ങി. ഈ സാധാരണ രൂപത്തിൽ ഒരു റെയിൽവേ ട്രാക്കൊക്കെ ബാങ്ക്ഡ് റോഡാക്കുന്ന സിറ്റുവേഷൻ, നമ്മുടെ സാധാരണ റോഡ്സൊക്കെ ബാങ്ക്ഡ് കേസാക്കുമ്പോൾ ഫ്രിക്ഷൻ ഇൻസഫിഷ്യൻ്റ് എന്നൊരു കോൺസെപ്റ്റിലേക്കാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ മൂവ് ചെയ്യുന്ന ആ ബോഡിക്ക് വേണ്ട അല്ലെങ്കിൽ മാക്സിമം സ്പീഡിൽ എത്ര മൂവ് ചെയ്യാൻ പറ്റും. ഫ്രിക്ഷൻ ആബ്സെൻ്റ് ആണെങ്കിൽ ഓർക്കുക, അവിടെ നമുക്ക് v സ്ക്വയർ ബൈ ആർ ജി എന്ന് പറയുന്നത് ദാറ്റ് ടാൻ തീറ്റ ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. സി നമ്മുടെ വെയ്റ്റ് എന്ന് പറയുന്നത്, നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്, വെയ്റ്റിനെ രണ്ട് കമ്പണൻറ്റുകളായിട്ട് മാറ്റാം. So here we need along the radius one component. So that normal reaction we can just split into two, and that is acting along the radius towards the center. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ പാത്താണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ the horizontal component of reaction that will provide the necessary centripetal force, and that is a very important one. അങ്ങനെ വരുമ്പോൾ look carefully. അപ്പോൾ ഇത് തീറ്റ ആയിരിക്കും, നമുക്കിങ്ങനെ എൻ കോസ് തീറ്റ ആകാം, ആൻഡ് ദിസ് ബിക്കം എൻ സൈൻ തീറ്റ. അപ്പോൾ ദ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് റിയാക്ഷൻ ദാറ്റ് ഈസ് എൻ സൈൻ തീറ്റ, ആൻഡ് ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ്, ആൻഡ് ദ വെർട്ടിക്കലി ദാറ്റ് എൻ കോസ് തീറ്റ ദാറ്റ് ഈസ് ക്യാൻസൽഡ് വിത്ത് എം ജി, ആൻഡ് വി ക്യാൻ സേ ആസ് എ ടാൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവിഷൻ ബൈ ആർ ജി. So it is a very important relation too. അത് മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് വെരി നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് കൂടിയാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഫ്രിക്ഷൻ്റെ ബേസ് ചെയ്തിട്ട് കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ ഫ്രിക്ഷൻ്റെ കേസ് കൂടെ ഇപ്പോൾ ഈ ബാങ്ക്ഡ് റോഡിലെ നമ്മുടെ കമ്പോണൻ്റ് ഓഫ് നോർമൽ റിയാക്ഷനോടൊപ്പം ഫ്രിക്ഷനും കൂടെ വരുന്ന കേസ് വരുമ്പോൾ ഓർത്തിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ ഇക്വേഷനും കൂടെ ഒന്ന് ഓർക്കുക. ദറ്റ് വി സ്ക്വയർ ബൈ ആർ ജി എന്ന് പറയുന്നത് ടാൻ തീറ്റ പ്ലസ് മ്യൂ ബൈ
1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഈ ഒരു കോൺസെപ്റ്റ് കൂടെ. അപ്പോൾ ഇത് ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡിലെ വിത്ത് ഫ്രിക്ഷൻ്റെ കോൺസെപ്റ്റാണ്. വിത്തൗട്ട് ഫ്രിക്ഷൻ വരുമ്പോൾ നമുക്ക് ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. വിത്ത് ഫ്രിക്ഷൻ വരുമ്പോൾ ടാൻ തീറ്റ പ്ലസ് മ്യൂ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. അപ്പോൾ ഈ കേസ് ഓർമ്മയിൽ വെക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 19. പവറുമായിട്ട് ബന്ധപ്പെട്ട കേസസ് ആണ്. ഒരു ഇൻസ്റ്റൻറ്റേനിയസ് കേസ് ആണെങ്കിൽ നമുക്ക് എഫ് ഡോട്ട് വി ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യനുകൾ സ്ഥിരം വരുന്നുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുക. നമുക്ക് 2 ക്വസ്റ്റ്യന് ഒരേ പാറ്റേണിലുള്ള പ്രീവിയസ് ഇയർ, 2 തരത്തിൽ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് കൂടെ പറയാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ബോഡി ഓഫ് മാസ് 2 കിലോഗ്രാം that is driven by an engine delivering a constant power of 1 joules per second. The body starts from rest and moves in a straight line. After 9 seconds, the body has moved a distance. 2020 question ആണ്. അതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ. Look here. A constant power delivering machine has towed a box which was initially at rest along a horizontal straight line. The distance moved by the box in time t is proportional to. അപ്പോൾ അവിടെയും പവർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. സോ നമുക്ക് എങ്ങനെയാണ് തുടങ്ങേണ്ടത്? അപ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണം, ഡിസ്റ്റൻസിലേക്കാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പവറുമായിട്ടൊക്കെ റിലേഷൻ വരുന്നത് നമ്മുടെ സ്പീഡുമായിട്ടൊക്കെയാണ് അല്ലേ? യെസ്, എക്സാക്ട്ലി. അപ്പോൾ ആ സ്പീഡിൽ നിന്ന് ഒന്ന് താഴോട്ട് നമ്മുടെ ഡിസ്റ്റൻസിലേക്ക്. സോ ചെറിയൊരു ഇൻറ്റഗ്രേഷൻ. സോ യു ഗെറ്റ് ദ കോൺസെപ്റ്റ്. നോക്കാം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഐഡിയ, പവർ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് വർക്ക് ബൈ ടൈമായിട്ട് എടുക്കാം. ഈ സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് വർക്ക് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആക്കിയാൽ മതിയല്ലോ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നുള്ള കോൺസെപ്റ്റിൽ. സോ ദാറ്റ് ഡിവിഷൻ ബൈ ടി ആണ്. അങ്ങനെയാണെങ്കിൽ സോ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാം പവർ ഇൻറ്റു ടൈമാണ്. ആഫ്റ്റർ 9 seconds ആണ് നമ്മുടെ ഇവൻ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയ വേരിയബിളാണ് വേണ്ടത്, അതിൻ്റെ കൂട്ടത്തിൽ ഡിസ്റ്റൻസ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും മാറുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള കാര്യമില്ല. സോ വി ക്യാൻ റൈറ്റ് ടു ബി വി സ്ക്വയർ എന്ന് പറയുന്നത് 2pt/m ആണ്. സോ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദാറ്റ് 2pt/m ആണ്. ഗുഡ്. സോ നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ആണ്. സ്പീഡ് റെഡി ആയിരിക്കുകയാണ്. ഹൗ ടു റിലേറ്റ് ഇറ്റ്? യെസ്, എക്സാക്ട്ലി. സോ നമുക്ക് ds/dt അല്ലേ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2p/m ഇൻറ്റു t⁻². ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് ds is equal to റൂട്ട് 2p/m that much into t⁻² that much into dt. ഇതാണ് നമുക്ക് കിട്ടിയ കോൺസെപ്റ്റ്. ഇവനെ അങ്ങ് സിമ്പിളായിട്ട് ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. സോ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് റൂട്ട് 2p/m. സോ വി നീഡ് ടു ഇൻറ്റഗ്രേറ്റ് ബിറ്റ്വീൻ ദ ലിമിറ്റ് സേ 0 to t എന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ സോ സിമ്പിളായിട്ട് t⁻n+1. സോ ഹാഫ് പ്ലസ് 1 3/2/3/2. സോ ദാറ്റ് ഈസ് ആൻസർ. ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 to t ആണ്. സോ ഇതേ കോൺസെപ്റ്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് നമ്മൾ തൊട്ട് മുന്നേ കണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലേ? യെസ്, അത് നമുക്കൊന്ന് റീഡ് ചെയ്താൽ ആൻസർ എനിക്കായി. ദ കോൺസ്റ്റന്റ് പവർ ഡെലിവറിംഗ് മെഷീൻ ഹാസ് ടൗഡ് എ ബോക്സ് വിച്ച് വാസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ് എലോങ് എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ബോക്സ് ഇൻ എ ടൈം t that is proportional to 3/2. 1 as the answer. ചോദിച്ച വർഷം 2021 ആണ്. ഇത് 2020 ആണ്. ഓർത്തുകൊള്ളുക, ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. അതുകൊണ്ട് തന്നെ ബ്രില്യൻ്റ്
കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നോക്കുക. നീറ്റ് നമ്മുടെ JEE 2024 നിങ്ങളുടെ പ്രീവിയസ് ഇയർ ഒന്ന് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും അത് ആവർത്തിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനുകളാണെന്ന്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എസ് ഇസ് ഈക്വൽ ടു സോ മച്ച്. നമുക്ക് വേണ്ടത് എസ് ആണ്. ആഫ്റ്റർ 9 seconds ആണ്. സോ നമുക്ക് എസ്സിലേക്ക് വരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അവൻ്റെ പവർ എന്ന് പറയുന്നത് 1 joules per second ആണ്. അവൻ്റെ മാസ് എന്ന് പറയുന്നത് 2 ആണ്. ദെൻ ടൈം എന്ന് പറയുന്നത് 9 ആണ്. 9 raised to 3/2 ആണ്. ദ ഡിവിഷൻ ബൈ 3/2 ആണ്. അത് നമുക്ക് 2/3 ആയിട്ട് എടുക്കാം. ഇത് 1 ആയി മാറിക്കഴിഞ്ഞു. 9 നമുക്ക് അവൻ്റെ റൂട്ട് ആദ്യം എടുക്കാം, എന്നിട്ട് ക്യൂബ് ആക്കാം. ഇൻറ്റു 2/3 ആണ്. റൂട്ട് എടുത്തപ്പോൾ നമുക്ക് 3 കിട്ടി. 3 ക്യൂബ് നമുക്ക് 27 ആയി മാറി. ഇൻറ്റു 2/3 ആയി. സോ ഇറ്റ് ബിക്കംസ് 9. സോ 9 ഇൻറ്റു 2 എന്ന് പറയുന്നത് 18 meter ആയി. സോ വി ഗെറ്റ് ദാറ്റ് the body has moved a distance. ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 18 meter. സോ ദാറ്റ് ഈസ് എ സ്ട്രാറ്റജി. വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് കയ്യിൽ കിട്ടുക. കൃത്യമായിട്ട് അത് പഠിച്ചിട്ട് എക്സാമിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ നമ്മുടെ 20th ആൻസറും നമ്മൾ ചെയ്തു. അവിടെ നിന്ന് ഒരു ക്ലാരിറ്റിയോടെ നിങ്ങൾക്കൊരു ഇൻഫർമേഷനും കിട്ടി. ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്ന ടൈപ്പാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും സർക്കുലർ മോഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇടയിലൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു തന്നു. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ദ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫ്രം ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഓർക്കുക, അതിൻ്റെ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡിനുണ്ടാകുന്ന വ്യത്യാസം dv/dt. വളരെ ശ്രദ്ധയോടെ ഓർത്തിരിക്കുക. A particle of mass m is moving in a circular path of a constant radius r such that its centripetal acceleration is varying with the time t as. സെൻട്രിപെറ്റൽ ആക്സിലറേഷനും ടൈമുമായിട്ടുള്ള റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് AC. ദാറ്റ് ഈസ് v² ഡിവിഷൻ ബൈ r. ദാറ്റ് വാല്യൂ ഈസ് k² r/t². where k is a constant, the power delivered to the particle by the force acting on it is given by. So we need to find what is the power delivered. So simple ആയിട്ട് F into V. So നമുക്ക് ഫോഴ്സിനെ കുറിച്ച് അറിയണം. യെസ്, വെലോസിറ്റിയെ പറ്റി അറിയണം. സോ നമുക്ക് എങ്ങനെയാണ് വരിക? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് F.V എടുക്കുന്ന സമയത്ത് ഇവിടെ സ്പീഡിനൊരു വേരിയബിളായിട്ടുള്ള കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു സാധാരണ കേസ് എടുക്കുമ്പോൾ നമുക്കറിയാം, ഒരു യൂണിഫോമായിട്ടുള്ള മോഷൻ ആണെങ്കിൽ അവിടെ ഒരൊറ്റ ഫോഴ്സ് മാത്രമേ ഉള്ളൂ, സെൻട്രിപെറ്റൽ. പക്ഷേ നോൺ യൂണിഫോം വരുമ്പോൾ, വെലോസിറ്റി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവിടെ നോൺ യൂണിഫോമിറ്റി ആയി മാറിക്കഴിഞ്ഞു. നോൺ യൂണിഫോമിറ്റി ആയിട്ട് മാറുമ്പോൾ അവിടെ 2 ഫോഴ്സസ് അറ്റ് എ ടൈം വരും. വെലോസിറ്റിയുടെ ഡയറക്ഷനിലുള്ള ടാൻജൻഷ്യൽ എന്ന് പറയുന്ന ഫോഴ്സും അതിന് പെർപെൻഡിക്കുലറായിട്ട് അലോങ് ദ റേഡിയസ് ആയിട്ട് വരുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സും. ഓർത്തു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്, വെലോസിറ്റിയുമായിട്ട് 90 ഡിഗ്രിയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വർക്കിൻ്റെ പവറിൻ്റെ കോൺട്രിബ്യൂഷൻസ് 0 ആകും ബിക്കോസ് ഓഫ് സെൻട്രിപെറ്റൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ടാൻജൻഷ്യൽ ഫോഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ പവറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഇൻറ്റു വെലോസിറ്റി ആണെന്നുള്ള കാര്യം ഓർക്കുക. എന്ന് പറഞ്ഞാൽ m ഇൻറ്റു AT ഇൻറ്റു V എന്ന് അർത്ഥം. ആ AT എന്ന് പറയുന്ന ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെ കോൺട്രിബ്യൂട്ടർ മറന്നു പോകരുത്, മാഗ്നിറ്റ്യൂഡിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് വ്യക്തതയോടെ ഇവിടെ v²/r എന്ന് പറയുന്നത് k² r/t² ആണ്. സോ വി ക്യാൻ റൈറ്റ് ടു ബി v² എന്ന് പറയുന്നത് k² r² t² ആണ്.
ദാറ്റ് മീൻസ് വി എന്ന് പറയുന്നത് KRT ആണ്. വെലോസിറ്റി ആയി കഴിഞ്ഞു, കംഫർട്ടായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആക്സിലറേഷൻ ടാൻജൻഷ്യൽ എന്ന് പറയുന്നത് ഇവൻ്റെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ K×R എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പവർ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു AT KR ആണ്. വെലോസിറ്റി സിമ്പിളായിട്ട് അറിയാം, KR×T ആണ്. സോ യു ഗെറ്റ് ദ വാല്യൂ m×K²R²T ആയിട്ട് കിട്ടി. ഏത് ഓപ്ഷനാണെന്ന് മാർക്ക് ചെയ്ത് exactly. So we get the value as the third option as the answer. So this is the strategy. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവർത്തിക്കുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. എ സാൻഡ് ഈസ് ബീങ് ഡ്രോപ്ഡ് ഫ്രം എ സ്റ്റേഷനറി ഡ്രോപ്പർ അറ്റ് എ റേറ്റ് ഓഫ് 0.5 kg/s on a conveyor belt moving with a velocity of 5 m/s. The power needed to keep the belt moving with the same velocity will be. So നമുക്കവിടെ പവറിനെ കുറിച്ചാണ്. വീണ്ടും അതേ സ്പീഡിൽ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ പവർ എന്ന് പറയുന്നത് വീണ്ടും നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റിയാണ്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള സ്പീഡ് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ തുടരുന്നത് കൊണ്ട് F×V ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്താണ്? ആ കൺവെയർ ബെൽറ്റിലേക്ക് അറ്റ് ദ റേറ്റ് ഓഫ് 0.5 kg/s വരികയാണ്. വേരിയബിൾ മാസ് സിസ്റ്റം വരുമ്പോൾ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമുക്കറിയാം, നമ്മുടെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് d/dt ഓഫ് മൊമെൻറ്റമാണ്. ദാറ്റ് ഈസ് m×V ആണ്, dp/dt ആണ്. സോ വി ക്യാൻ റൈറ്റ് ടു ബി m×dv/dt ഓർ പ്ലസ് v×dm/dt. ഇവിടെ വ്യക്തതയോടെ അറിയാം വേരിയബിൾ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് v×dm/dt ആണ്. സോ ദിസ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ അതിലെ വി വെലോസിറ്റിയിൽ കൺവെയർ ബെൽറ്റ് മൂവ് ചെയ്യുന്നു. അതിലേക്ക് വരുന്ന വേരിയബിൾ വെലോസിറ്റി ആണെങ്കിൽ വി എന്ന് പറയുന്നത് 5 ആണ്. ദ വേരിയബിൾ ആയിട്ടുള്ള മാസ് എന്ന് പറയുന്നത് 0.5 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. സോ യെസ്, സോ വി ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ടു ദാറ്റ് വൺ. So 5 into 0.5 into, so that we need to put that V also. So V is equal to 5 ആണ്. So 2.5 into 5 ആണ്. So we get the value of 12.5 watt. That is the answer. So സാധാരണ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് കോൺസെപ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഇതാണ്. സോ അവിടെ ഒരു പോയിൻ്റ് കൂടെ ഓർക്കുക. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഫോഴ്സും വെലോസിറ്റിയും തമ്മിൽ റെക്റ്റാങ്കുലർ കമ്പോണൻസിൻ്റെ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അത്തരത്തിലും ഓർത്തു വെച്ചേക്കുക അവയുടെ ഡോട്ട് പ്രോഡക്റ്റ്. സോ F.V അതാണ് നമ്മുടെ പവർ എന്ന് പറയാം. അപ്പോൾ അവൻ്റെ രണ്ട് കമ്പോണൻറ്റുകളെന്ന് പറയുന്നത് Fx Vx പ്ലസ് Fy Vy പ്ലസ് Fz Vz. പക്ഷെ പലപ്പോഴും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനുകളിലേക്ക് ഇത്തരത്തിൽ മാറുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഓർക്കുക. നമ്മുടെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധയോടെ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള ക്വസ്റ്റ്യനുകളൊക്കെ തന്നെ നമ്മുടെ കൊളിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. സോ അതിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നൗ ലിസൺ കെയർഫുള്ളി. അപ്പോൾ കൊളിഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് കൊളിഷൻ ആയിക്കോട്ടെ, ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആയിക്കോട്ടെ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിക്കോട്ടെ, ഈ 3 സ്ട്രാറ്റജിയിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മൊമെൻറ്റം കൺസർവേഷൻ തന്നെയാണ്. അതറിയാമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസേഴ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ചോദിക്കാവുന്നതിൽ നല്ലൊരു ക്വസ്റ്റ്യനാണ് അടുത്ത് വന്നിട്ടുള്ളത്. നോക്കാം. 2020 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച്. A particle of mass small m with an initial velocity ui collides perfectly elastically with a mass 3m at rest ആണ്. It moves with a velocity vj after collision, then v is given by. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്.
അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ബിഫോർ കൊളിഷൻ എം എന്ന് പറയുന്ന ഒരു മാസമാണ്. ആഫ്റ്റർ കൊളിഷൻ ഒരു ബിഗ് മാസമായിട്ടാണ്, പക്ഷേ റെസ്റ്റിലാണ്. അപ്പോൾ അതിൽ ആഫ്റ്റർ കൊളിഷൻ നമ്മുടെ ആദ്യത്തെ മാസം പെർപെൻഡിക്കുലറായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ മാസം എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കണം മൂവ് ചെയ്യേണ്ടത്? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സി, ഇപ്പോൾ ഈ തരത്തിൽ, അപ്പോൾ അവരുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന തരത്തിൽ ഈ ഒരു ലൈൻ ഒന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ പോയിൻ്റ്, ഇവൻ്റെ മാസ് എം ആണ്. അവൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് യു ഐ ആയിട്ടാണ്. അപ്പോൾ ഐ വെക്ടറാണ്, യു ഐ ആണ്. രണ്ടാമത്തെ ആൾ 3m ആണ് മാസ്. ഇപ്പോൾ അവൻ്റെ വെലോസിറ്റി റെസ്റ്റാണ്. സോ ഇത് u1 ആയിട്ട് എടുത്തു. u2 എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈ എം മാസുള്ള ബോഡി വി ജെ പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്തിരിക്കുകയാണ്. വെക്ടോറിക്കലി ചിന്തിക്കുമ്പോൾ ബിഫോർ കൊളിഷൻ അവനുള്ള മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണോ, ആഫ്റ്റർ കൊളിഷനും അവനുണ്ടായിരിക്കണം. രണ്ടുപേർക്കും കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ ഏത് ആംഗിളിൽ ഇവൻ മൂവ് ചെയ്താലായിരിക്കും അത് പോസിബിൾ ആകുക? അപ്പോൾ ഇവൻ എന്തായാലും ഒരു മൊമെൻറ്റം ഉണ്ടാവും അല്ലേ? അത് നമുക്ക് 3m × v' വെക്ടറായിട്ട് ഞാൻ എടുക്കുകയാണ്. ഇവൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് m × vj ആണ്. ഇവൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് mu ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും വെക്ടോറിക്കലി നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇനിഷ്യൽ മൊമെൻറ്റം MUI എന്ന് നമ്മൾ പറഞ്ഞത് തന്നെയായിരിക്കണം ആഫ്റ്റർ കൊളിഷൻ. ആഫ്റ്റർ കൊളിഷൻ വരുമ്പോൾ നമുക്കറിയാം ഒരു m × v × j ആണ് ഒരാളുടേത്. മറ്റേ ആൾ നമുക്ക് ഡയറക്ഷൻ എന്തായാലും ഇത്തരത്തിലാകും. പക്ഷേ ഇവർ രണ്ടുപേരുടെ വെക്ടർ സം എന്ന് പറയുന്നത് ബിഫോർ മൊമെൻറ്റത്തിന് ആദ്യത്തേത് തന്നെയായിരിക്കണം. സോ വി ക്യാൻ റൈറ്റ് ടു ബി 3m × v' വെക്ടർ. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. നമുക്ക് m എന്ന് പറയുന്നത് കൃത്യമായിട്ട് കട്ട് ചെയ്ത് കളയാം. നമുക്ക് v' 3v'. അപ്പോൾ അവനെപ്പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല. അത് നമുക്കൊന്ന് സെൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ 3v' എന്ന് പറയുന്നത് സിമ്പിളായിട്ട് vj - ui ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ 3v' = ui. യെസ്, എക്സാക്ട്ലി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ui - vj. സിമ്പിളായി. അപ്പോൾ ഇതാണ് നമുക്കറിയാവുന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താം. കാരണം ഇവിടെ ഇലാസ്റ്റിക് കൊളിഷൻ എന്നല്ലേ പറയുന്നേ. അപ്പോൾ മൊമെൻ്റ് മാത്രമാണോ കൺസേർവ്ഡ് ആകുക? ഇല്ല, കൈനറ്റിക് എനർജിയും കൂടെ കൺസേർവ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രണ്ട് മാഗ്നിറ്റ്യൂഡുകളെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ കണ്ടൻ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഇവൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് എഴുതാൻ ശ്രമിച്ചാൽ നമുക്ക് 9v' എന്ന് പറയുന്നത്, യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവൻ്റെ എക്സാക്ട്ലി u² + v² ആയിട്ട് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി കൺസർവേഷൻ ഒന്ന് ചെയ്ത് നോക്കി. ബിഫോർ കൊളിഷൻ എന്താണാവോ? ½ × em × അവൻ്റെ മാഗ്നിറ്റ്യൂഡ് u ആണ്. ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു. ആഫ്റ്റർ കൊളിഷൻ എന്താണ്? അവൻ്റെ ആദ്യത്തെ പാർട്ടിക്കളുടേത് ½ em × v² അല്ലേ? എങ്കിൽ രണ്ടാമത്തെ ആളിൻ്റെ ½ × 3m × v' അല്ലേ? ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ½ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ u² = v² പ്ലസ് ദാറ്റ് v' ആയി മാറിയില്ലേ? അപ്പോൾ v' എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് 3v' എന്ന് പറയുന്നത് നമുക്ക് u² - v² ആയിട്ട് എടുത്തൂടെ? ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി. അങ്ങനെയാണെങ്കിൽ ആ പോയിൻ്റ് ഇവിടേക്കൊന്ന് കൊടുത്തേ.
ഈ 9v' എന്ന് പറയുന്നത് 3 × 3v' അല്ലേ? അപ്പോൾ 3 × 3v' എന്ന് പറയുന്നത് u² - v² അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു u² + v² അല്ലേ? സോ 3u² - 3v² that is equal to u² + v². So 3u² - u², that is 2u² equal to 4v². So you get the value as u² equal to 2v². So u എന്ന് പറയുന്നത് √2 times v. So that is the concept. That is the fourth one as the answer. It's a good question, good concept. വളരെ important ആണ്. So we can go with another one. Yes, വീണ്ടും ഒരു 2-dimensional ആയിട്ടുള്ള collision ആണ്. A ball with a speed of 9 meters per second collides with another identical ball at rest. After the collision, the direction of each ball makes an angle of 30 degrees with the original direction. The ratio of velocity of the balls after collision is x is to y. അപ്പോൾ നമുക്ക് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കൊളിഷനെ പറ്റി മാസ്സുകൾ തമ്മിലാണ് ഇവിടെ കൊളിഷൻ നടക്കുക. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഐഡൻറ്റിക്കൽ മാസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ലുക്ക്, ഇത് നമുക്ക് ബിഫോർ കൊളിഷൻ വാട്ട് ഈസ് ഹാപ്പനിങ് ദേ, അവരുടെ ഓരോരുത്തരുടെയും മാസ് നമുക്ക് സെയിം ആയിട്ടാണ് പറയുന്നത്. ഈ ബോളിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് u1 എന്ന് പറയുന്നത് 9 meters per second ആണ്. ഈ ബോള് u2 എന്ന് പറയുന്നത് റെസ്റ്റിലാണ് നമുക്ക് തന്നിരിക്കുക. ആഫ്റ്റർ ദ കൊളിഷൻ ദ ഡയറക്ഷൻ ഓഫ് ഈച്ച് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 degrees വിത്ത് ദ ഒറിജിനൽ ഡയറക്ഷൻ. ഇത് നമ്മുടെ ഒറിജിനൽ ഡയറക്ഷനായിട്ട് എടുത്താൽ നമ്മുടെ ആദ്യത്തെ ബോൾ എന്ന് പറയുന്നത് അവൻ മൂവ് ചെയ്യുന്നത് 30 degree ആംഗിളിലാണ്. അപ്പോൾ അവൻ്റെ സ്പീഡ് നമുക്ക് v1 ആയിട്ട് എടുക്കാം. ഈ ബോൾ മൂവ് ചെയ്യുന്നത് ഈ 30 degree ആംഗിളിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മളുടെ വെലോസിറ്റിയെ നമുക്ക് 2 കമ്പോണൻറ്റുകളായിട്ട് മുറിക്കാം. ഇതേ സ്ട്രാറ്റജിയിൽ ഈ വെലോസിറ്റിയെ നമുക്ക് 2 കമ്പോണൻറ്റുകളായിട്ട് മുറിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് കമ്പോണൻറ്റുകളായിട്ട് വരിക? അപ്പോൾ കൃത്യതയോടെ നമുക്ക് പറയാം, ഇവിടെ എന്ന് പറയുന്നത് m × v1 cos 30 ആണ്. ഇവിടെ കിട്ടുന്നത് m × v1 sin 30 ആണ്. ഇവിടെ അത് v2 ആയിട്ടാണ് പറയുന്നതെങ്കിൽ അവൻ്റെ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് m × v2 cos 30 തന്നെയാണ്. ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് m × v2 sin 30 ആണ്. മൊമെൻറ്റം എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ മാത്രമല്ല y ആക്സിസിലും ഉറപ്പായിട്ടും കൺസേർവ്ഡ് ആയേ പറ്റൂ. അപ്പോൾ y ആക്സിസിൽ നമ്മുടെ ബിഫോർ കൊളിഷൻ ദർ ഈസ് നോ കമ്പോണൻറ്റ്. സോ ആഫ്റ്റർ കേസും അവർ ക്യാൻസൽ ആയേ പറ്റൂ, 0 ആയേ പറ്റൂ. സോ ദ മൊമെൻറ്റം കൺസർവേഷൻ അലോങ് y ആക്സിസ് എടുക്കുകയാണെങ്കിൽ ബിഫോർ കൊളിഷൻ ദർ ഈസ് നോ വാല്യൂ, സോ 0 ആകണം. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ കൊളിഷനും 0 ആകണം. ദാറ്റ് മീൻസ് m v1 sin 30 എന്ന് പറയുന്നത് m v2 sin 30 തന്നെയായിരിക്കണം. ദാറ്റ് മീൻസ് v1 എന്ന് പറയുന്നത് നമുക്ക് v2 ആയിട്ട് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാക്ട്ലി v1 ഉം v2 ഉം സെയിം എന്ന് പറഞ്ഞാൽ v1/v2 എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് 1:1 ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് അവർ x എന്ന് പറയുന്നത് 1 ആയിരിക്കും ആൻസർ. സോ കഴിഞ്ഞ കുറേ നാളുകളായി ബ്രില്യൻ പാല നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും മനോഹരമായിട്ട് ലൈവ് സെക്ഷനുകൾ JEE 2024 വേണ്ടി നൽകുന്നു. നന്നായിട്ട് യൂസ് ചെയ്യുക. എല്ലാ വീഡിയോസും കൃത്യമായിട്ട് കാണുക. ഏറ്റവും മികച്ച റിസൾട്ട് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.